റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. റോമാലേഖനം അസാധാരണമായ വെളിപ്പാടുകളുടെ ഒരു കലവറയാണ്. റോമാലേഖനത്തിന്റെ 1-ാം അധ്യായം മുതൽ വളരെ വ്യത്യസ്തമായ ചിന്തകൾ പൗലോസ് അപ്പോസ്തലൻ പങ്കുവെക്കുകയാണ്. പാപത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി, ആ ന്യായവിധിയുടെ കീഴിൽ കാത്തുകിടക്കുന്ന ജാതീയ ലോകത്തിനും മതഭക്തന്മാർക്കും ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി, ദൈവിക പാക്കേജുകൾ, ഇതെല്ലാം റോമാലേഖനത്തിന്റെ ആരംഭം മുതൽ ഇങ്ങനെ കാണുവാൻ സാധിക്കുകയാണ്. ഒരു പ്രതീക്ഷയുമില്ലാത്ത മനുഷ്യനെ ദൈവം നീതിമാനാക്കുന്നു, അവനെ ദൈവം വിശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിൽ കൂടിയുള്ള സിമ്പിൾ വിശ്വാസത്താൽ വലിയ മഹത്വകരമായ അന്തരീക്ഷത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ വന്ന് ഒത്തിരി വെളിപ്പാടുകൾ പങ്കുവച്ചിട്ട് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന സമയത്താണ് ഈ വാക്യം നമ്മൾ കണ്ടെത്തുന്നത്. അവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകരുത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. അപ്പോൾ മുമ്പേ കണ്ടതൊക്കെ എന്താണ്? 1-ാം അധ്യായം മുതൽ മുൻപോട്ട് വരുമ്പോൾ ഇന്നലകളിൽ ദൈവം ചെയ്ത കാര്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടുകളാണ്. അതുമാത്രം പ്രസംഗിച്ച് അതുമാത്രം പറഞ്ഞുകൊണ്ട് ജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷെ അതല്ല പൗലോസ് പറയുന്നത്. ദൈവഹിതം കിടക്കുകയാണ്, ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളുടെ മുൻപിൽ കാത്തു കിടക്കുകയാണ്. ആ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സിന് രൂപാന്തരം സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് നമ്മളെല്ലാം പരാജയപ്പെട്ട് കിടക്കുക. എന്തിനാ മനസ്സ് പുതുക്കുന്നതോ? മനസ്സ് പുതുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ആ ചോദ്യത്തിന്റെ മുൻപിൽ അതിന്റെ മറുപടിയുമായിട്ട് വരണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്തേക്ക് ഓടിപ്പോകേണ്ടി വരും. അവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയം മുതലുള്ള ദൈവിക പദ്ധതികൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. നിലത്തിലെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ആ മനുഷ്യനെ കിഴക്ക് ഒരു തോട്ടത്തിൽ ദൈവം ആക്കി. അവന്റെ മേൽ വിശേഷപ്പെട്ട അധികാരങ്ങൾ ദൈവം പകർന്നു കൊടുത്തു. ആ മനുഷ്യനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം. ആമേൻ. ഈ തോട്ടത്തിൽ നിങ്ങൾ വേല ചെയ്യണം. ഇതൊക്കെ പറഞ്ഞിട്ടാണ് കർത്താവ് അവരെ അവിടെ ആക്കുന്നത്. വരികൾക്കിടയിൽ കൂടെ വായിക്കുന്നവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒത്തിരി കുഴപ്പങ്ങൾ ആ വാക്യങ്ങൾക്ക് കിടപ്പുണ്ട്. ഏദൻ തോട്ടം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ സ്ഥലമാണ്. ആ ചെറിയ സ്ഥലം ഏദൻ എന്ന് പറയുന്നത് ദൈവം ഉണ്ടാക്കിയതായതുകൊണ്ട് അത്യാഡംബരപൂർണമായ ഒരു ദൈവിക പദ്ധതിയാണ് അതിനകത്തുള്ളത്. മനുഷ്യനുണ്ടാക്കുന്ന ആഡംബരമൊക്കെ എത്ര ഭയങ്കരമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഏദൻ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പഴം പറിക്കാൻ പറ്റിയ വൃക്ഷവും അതിനു ചുറ്റി ഒരു വേലിയും കെട്ടി, അങ്ങനൊന്നുമല്ല. മഹത്വകരമായ ദൈവിക പദ്ധതിയാണ് ഏദൻ തോട്ടം. പ്രൈസ് ദി ലോർഡ്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചു തുടങ്ങുന്ന ആ മനുഷ്യന് മനസ്സിലാകത്തക്കവണ്ണം എഴുതപ്പെട്ട ഭാഷയാ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇപ്പൊ ഏദൻ തോട്ടവും പഴം പറിച്ചതും പാമ്പ് പോകുന്നതും ഒക്കെ 2021 കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഭയങ്കരമായ ദൈവിക പ്രോജക്റ്റുകളായതൊക്കെ. അന്നത്തെ സാധാരണക്കാരനായ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? ഇപ്പൊ ഒരു ചെറിയ സ്ഥലം, ആ സ്ഥലത്ത് ദൈവം മനുഷ്യനെ ആക്കി വെച്ചു. ആ സ്ഥലം ഏറ്റവും മഹത്വകരമാണ്. എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും ദൈവിക തേജസ്സും കൂട്ടായ്മയും എല്ലാം ഉള്ള ഒരു പ്രത്യേക സ്ഥലം. അതാണ് ഏദൻ തോട്ടം. അതിന് പുറത്തോ? അതിന് പുറത്തെന്താ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ ഈ പറയുന്നത്? ഒന്നുമില്ല. ആ മനുഷ്യനോട് ദൈവം പറയുകയാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി. അതാ ഞാൻ പറഞ്ഞ വരികൾക്കിടയിൽ കൂടെ വായിക്കുമ്പോൾ കുഴപ്പങ്ങൾ അവിടെ ഉണ്ട്, ഇല്ലേ? ഇവരങ്ങോട്ട് പെരുകാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഏദൻ തോട്ടത്തിൽ പാമ്പ് വരാതെ തന്നെ പ്രശ്നം ആരംഭിക്കും, അല്ലേ വാസു? കാരണം ഈ കൊച്ചു സ്ഥലമല്ല, ഈ മുറിക്കകത്ത് ഇത്രയും പേർക്ക് ഇരിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഒരു 100 പേരെ ഇതിനകത്ത് തള്ളി കയറ്റി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പുറത്തു പോകേണ്ടി വരില്ലേ? ജനം പെരുകുവാൻ തുടങ്ങുമ്പോൾ ഇതിനകത്ത് ഇപ്പോഴുണ്ടാകുന്ന സുഖവും സൗകര്യവും പങ്കുവെക്കപ്പെടേണ്ടി വരും. വീണ്ടും ജനം പെരുകി കഴിയുമ്പോഴേക്കും കുറെ ആൾക്കാർ പുറത്തു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ തോട്ടത്തിനകത്ത്
ജനപ്പെരുപ്പമാകുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പുറത്തു പോകണം. ശരിയല്ലേ? അപ്പൊ പുറത്തുള്ള ജനത്തിന് ഈ പറയുന്ന സുഖ സൗകര്യം ലഭിക്കുമോ? രണ്ടു തരം പൗരന്മാർ വെളിപ്പെടാൻ പോവാ. ഒരു കൂട്ടം ആൾക്കാർ ഏറ്റവും അടിപൊളിയായിട്ട് ജീവിക്കുന്നു, വേറൊരു കൂട്ടം ആൾക്കാർക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥ വരും. അതാണ് വരാൻ പോകുന്ന സാധ്യത. അപ്പം പാമ്പ് വരികയും പഴം പറിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ അവിടെ കത്തിക്കുത്ത് നടക്കാനുള്ള സാധ്യതകൾ എല്ലാം മുൻപിലുണ്ട്. പക്ഷേ ഈ തോട്ടത്തിൽ നിങ്ങൾ വേല ചെയ്യണം എന്ന് പറയുന്ന ആ വാക്യം അതിന്റെ മൂലഭാഷയിലേക്ക് വരുമ്പോൾ പണിയെടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല എഴുതിയിരിക്കുന്നത്. ഏദൻ തോട്ടത്തെ ദൈവം മനുഷ്യന്റെ കയ്യിലാക്കിയിട്ട് ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ തോട്ടത്തെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പൊ പ്രശ്നം ഉണ്ടാകത്തില്ല. ദൈവം ഉണ്ടാക്കിയ ഈ മഹത്വകരമായ പ്രോജക്റ്റ്, കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം, ഈ ദൈവരാജ്യമാക്കി ഭൂമി മുഴുവൻ മാറ്റുക എന്നുള്ള ഒരു വൻ പ്രോജക്റ്റുമായിട്ടാണ് ആദമിനെയും ഹൗവയെയും തോട്ടത്തിൽ ദൈവമാക്കി വെച്ചത്. അപ്പൊ നിങ്ങളിത് ചെയ്യണം. ദൈവം അതിന്റെ സാധ്യതകൾ കണ്ടെത്തി, ദൈവം അതിനുവേണ്ടി മൂലക്കല്ലിട്ടു, ദൈവിക പ്രവർത്തനം ആരംഭിച്ചു, മനുഷ്യന്റെ കയ്യിലേക്ക് ദൈവം കൈമാറി. എങ്ങനെ? ദൈവം തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും ആ അധികാരം പകർന്നു കൊടുത്ത് മനുഷ്യനോട് പറയുകയാണ്: നിങ്ങൾ ഭൂമി മുഴുവനും ഈ തോട്ടമാക്കി മാറ്റണം. അപ്പൊ വൻ പ്രോജക്റ്റാണ്. അവിടുന്ന് മനുഷ്യൻ വീണുപോയി. അപ്പൊ ഈ മനുഷ്യന്റെ വീഴ്ച എന്ന് പറയുന്ന സംഭവം എന്താണ് വാസ്തവത്തിൽ ഏദൻ തോട്ടത്തിൽ സംഭവിക്കുന്നത്? ഒരു ദിവസം ഒരു പാമ്പ് വന്നിട്ട് പറയുകയാണ്, ഈ പഴം തിന്നാൽ എന്തു പറ്റും? തിന്നാൽ ദൈവത്തെ പോലെയാവും. ഈ പഴം തിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്ന് കേട്ടപ്പോൾ ഉടൻ തന്നെ അത് കയറി പറിച്ച് തിന്നാൻ കാരണമായി തീർന്ന ഘടകം എന്താണെന്നറിയാവോ? സ്വന്തം ഐഡന്റിറ്റിയെ കുറിച്ചുള്ള അറിവില്ലായ്മയായിരുന്നു. എന്ന് പറഞ്ഞാൽ, ഈ പഴം തിന്നാൽ ഞാൻ ദൈവത്തെ പോലെയാകും, അപ്പോൾ ഇപ്പോൾ ഞാൻ ദൈവത്തെ പോലെ അല്ല. ശരിയാണോ? നിങ്ങൾ എന്താ പറയുന്നത്? ഇപ്പോൾ ദൈവത്തെ പോലെയാണോ, ദൈവത്തെ പോലെ അല്ലയോ? പഴം തിന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തെ പോലെ ആയോ? പിശാചിനെ പോലെ ഇല്ലേ? കുറെ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇവർ ദൈവത്തെ പോലെ അല്ലേ? ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് പറയുകയാണ്, ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന്. അപ്പൊ ദൈവ സാദൃശ്യവും സ്വരൂപവും ഉണ്ട്. പ്രശ്നം എന്താ? ഇത് തിരിച്ചറിയും. ഇത് തന്നെ നമ്മുടെ കുഴപ്പം. നമ്മളും ഒരു മതത്തിന്റെ ഭാഗമായി മാറരുത്. സമാധാനത്തിന്റെ സുവിശേഷം കർത്താവ് നമ്മുടെ കയ്യിൽ തന്നു. അത്ഭുതകരമായ പ്രോജക്റ്റുകളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ദൈവം നമ്മുടെ ഹൃദയത്തിനകത്ത് പകർന്നു നൽകി. ഒരു കേൾവിക്കാരന്റെ ലാഘവത്തോട് ഇത് കേട്ടിട്ട് തിരിച്ചു വീട്ടിൽ പോകുന്ന പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കരുത്. മനുഷ്യനെ കർത്താവ് തോട്ടത്തിനകത്താക്കി വെച്ചു. അവന്റെ മേൽ ദൈവത്തിന്റെ ഇമേജ് ആയിരുന്നു ദൈവം വരച്ചു വെച്ചു. ദൈവത്തെ ആവിഷ്കരിക്കുക, ദൈവത്തിന്റെ അധികാരത്തിൽ ജീവിക്കുക, ദൈവത്തെ പോലെ വാഴ്ച നടത്തുവാനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കി അവിടെ നിർത്തി. പക്ഷേ ഇത് കിട്ടിയ പുള്ളിക്ക് ഇതിനെക്കുറിച്ചുള്ള യാതൊരു ബോധവുമില്ലാതെ അവിടെയാണ് പിശാച് മുതലെടുത്തത്. പിശാചിന് മനസ്സിലായി, ഇവന്റെ കയ്യിൽ സംഗതികൾ കണ്ടമാനം ഉണ്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധവുമില്ല, ഇവൻ മന്ദബുദ്ധിയാണെന്നുള്ള കാര്യം പിശാചിന് പിടികിട്ടി. ആ ബോധത്തിനകത്തു നിന്നാണ് അടുത്ത ആക്രമണത്തിന്റെ പദ്ധതികൾ ഉണ്ടാകുന്നത്. അപ്പൊ ദൈവത്തെ പോലെ ആകുവാനുള്ള ഒരു ചാൻസ് ഒരു പഴം തിന്നാൽ ലഭിക്കുമെങ്കിൽ അത് വിട്ടുകളയരുത് എന്നുള്ള ചിന്ത ഹൗവയ്ക്കുണ്ടാകുമ്പോൾ അവൾ വഞ്ചിക്കപ്പെട്ടു പോയി. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന ഒരു വ്യക്തിക്ക് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. പകടസൂചന മുമ്പിൽ കിടപ്പുണ്ട് കേട്ടോ. ഏദൻ തോട്ടം മുതൽ ഇന്ന് വരെ പണി കിട്ടിക്കൊണ്ടേയിരിക്കുക, കണ്ടമാനം ആൾക്കാർ ചതിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കല്യാണം ഉറപ്പ് നടന്നെന്നും പറഞ്ഞ് കല്യാണം നടക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഉറപ്പൊക്കെ കെങ്കേമമായിട്ട് നടന്നു. പക്ഷെ കല്യാണത്തിന്റെ തലേ ദിവസം കൊച്ചൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയെന്നുള്ള എത്ര വാർത്തകൾ നമ്മൾ കേട്ടേക്കുന്നു. പൗലോസും അത് തന്നെയാ ഭയപ്പെടുന്നത്. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. അപ്പൊ ഈ തോട്ടത്തിനകത്ത്
എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ആക്കി വെച്ചിരുന്ന മനുഷ്യന്റെ പ്രത്യേകത, അവന്റെ അധികാരം അവൻ തിരിച്ചറിഞ്ഞില്ല, അവന്റെ തേജസ് അവൻ തിരിച്ചറിഞ്ഞില്ല. അറിവില്ലായ്മയിലാണ് തോട്ടം നഷ്ടപ്പെട്ടു പോയത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വകരമായ പദ്ധതിയിൽ നിന്ന് അവർ ഔട്ടായി പോകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ അജ്ഞതയായിരുന്നു. യേശു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ അങ്ങനെ വീണുപോയ മനുഷ്യൻ തോട്ടത്തിന് പുറത്തായി. പിന്നെ അവന്റെ അകത്ത് ഭയം വരുന്നു, ഉത്കണ്ഠ വരുന്നു, ആകെപ്പാടെ പ്രതിസന്ധികളാകുന്നു. ഈ പ്രതിസന്ധികളുമായിട്ടും മല്ലടിച്ചുള്ള മറ്റൊരു ജീവിത ശൈലിയിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. അങ്ങനെ മുൻപോട്ട് പോകുന്ന ആ ജനത്തിന്റെ ചരിത്രം നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രതിസന്ധി അവനെ ദൈവത്തിൽ നിന്ന് അകറ്റി, അവനെ പാപിയാക്കി, അവനെ രോഗിയാക്കി, കുറ്റബോധമുള്ളവനാക്കി, നിരാശയുള്ളവനാക്കി. ലോകത്തിലെ എല്ലാത്തിനെയും വാഴുവാൻ വേണ്ടി ദൈവത്താൽ നിയമിക്കപ്പെട്ട മനുഷ്യൻ സകലത്തിനും അടിപ്പെട്ട് തകർച്ച അനുഭവിച്ച് നിരന്തരം നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. ആ തകർച്ചയിൽ നിന്നും അവനെ വിടുവിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ അടുത്ത പ്രോജക്റ്റ് ആയിരുന്നു കാൽവറിയിൽ വെളിപ്പെട്ടത്. കാൽവറിയുടെ ക്രൂശിൽ 3 ആണികളിൽ ദൈവപുത്രൻ തൂങ്ങി തന്റെ ജീവനെ കൊടുക്കുന്ന സമയത്ത് വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദൈവം തന്റെ മനുഷ്യനോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുകയായിരുന്നു. കുരിശിൽ യേശു മരിക്കുമ്പോൾ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ തീവ്രമായ സ്നേഹത്തിന്റെ വെളിപ്പെടലായിരുന്നു. ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ സിനിമ, പാഷൻ എന്ന് പറയുന്ന ആ പദം തന്നെ എത്ര മനോഹരം, എത്ര ഭയങ്കരമാണ്. ദൈവത്തിന് മനുഷ്യനോടുള്ള തീവ്രമായ സ്നേഹത്തിന്റെ വികാരം അത് അണപൊട്ടി ഒഴുകുന്നതിന്റെ വെളിപ്പെടുത്തലായിരുന്നു കാൽവറിയുടെ ക്രൂശിൽ സംഭവിക്കുന്നത്. ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. എത്രത്തോളം? ഇത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ല. ഈ പഴം നിങ്ങൾ തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ഇത് തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് കള്ളം പറഞ്ഞത്. ദൈവത്തിന് നിങ്ങളോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു വൃത്തികേട് ദൈവം നിങ്ങളുടെ മുമ്പിൽ കാണിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് പിശാച് അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് ദൈവസ്നേഹത്തോടുള്ള അവിശ്വാസമായിരുന്നു. ആമേൻ. അതിനുള്ള മറുപടിയാണ് കാൽവറിയുടെ ക്രൂശിൽ സംഭവിച്ചത്. കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. വീണു പോയിട്ടും എനിക്ക് വേണമെങ്കിൽ നിന്നേക്കാൾ കൊള്ളാവുന്ന ഒരു മനുഷ്യനെ ഉണ്ടാക്കി ആ കുറവ്, ആ വിടവ് പരിഹരിക്കാമായിരുന്നു. പക്ഷേ വീണുപോയ നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച എന്റെ ജീവൻ നൽകുവാൻ തക്കവണ്ണം അത്രത്തോളം ആഴത്തിൽ തീവ്രമായി ഞാൻ നിന്നെ സ്നേഹിച്ചു. ആ ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടലാണ് കാൽവറിയുടെ ക്രൂശിൽ സംഭവിക്കുന്നത്. നമുക്ക് തുടർന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ ഈ ക്രൂശിൽ എന്താണ് സംഭവിക്കുന്നത്? ക്രൂശിൽ ഒത്തിരി കൈമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാൽവറിയുടെ ക്രൂശിൽ വെച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ ആദമിന് നഷ്ടപ്പെട്ടു പോയത് മുഴുവനും യേശുക്രിസ്തു മുഖേന മടക്കി പിടിക്കുകയായിരുന്നു. കാൽവറിയുടെ ക്രൂശിൽ സംഭവിച്ച പ്രധാനപ്പെട്ട 3 കൈമാറ്റങ്ങൾ. ഒന്ന്, ഞാൻ പാപിയായിരുന്നു. പാപത്തിന്റെ പരിണത ഫലമായി ഒരു വലിയ ശാപം എന്റെ മേൽ മൂടി നിൽക്കുകയായിരുന്നു. ക്രൂശിൽ ദൈവപുത്രൻ തകർക്കപ്പെടുമ്പോൾ പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി മാറ്റി. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുക, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടൻ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടൻ എന്ന് പറഞ്ഞാൽ പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും മ്ലേച്ഛവും ക്രൂരവുമായ ശിക്ഷാരീതിയായിരുന്നു കുരിശുമരണം. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും അവർ കുരിശുമരണം കൊടുക്കത്തില്ല. ക്രിമിനൽസ് ഒക്കെ ധാരാളമുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ആർക്കും അവർ കുരിശുമരണം കൊടുക്കാറില്ല. പക്ഷേ ഭൂമിക്ക് ശാപമാണെന്ന് തോന്നുന്നവനെ ഭൂമിയിൽ അവനെ അടക്കാൻ പോലും കൊള്ളൂല, അത്ര വൃത്തികെട്ടവൻ എന്ന് വിലയിരുത്തപ്പെടുന്ന വ്യക്തിക്ക് മാത്രമുള്ളതാണ് ക്രൂശ് മരണം. ഇതൊരു റോമൻ സമ്പ്രദായമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, റോമൻ ഗവൺമെന്റ് എത്ര ക്രിമിനൽ ആണെങ്കിലും അവരുടെ പൗരന്മാർക്ക് കുരിശുമരണം കൊടുക്കാറില്ല. വിജാതിയർക്ക് വേണ്ടി മാത്രം അവരത് വെച്ചിരിക്കുന്നത്. അതിന്റെ തെളിവ് മനസ്സിലാകും ബൈബിൾ വായിക്കുമ്പോൾ. പത്രോസിനെ അവർ കുരിശിൽ തറച്ചു കൊന്നു, പക്ഷേ പൗലോസിനെ തലവെട്ടിയാ കൊന്നേ. രണ്ടുപേരും ഒരേ കുറ്റം ചെയ്തവരല്ലേ? രണ്ടുപേരും യേശുവിനെ പ്രസംഗിച്ചത്. ഒരാളിനെ കുരിശിലും തറച്ചു, മറ്റൊരാളിനെ തലവെട്ടിയും കൊന്നു. എന്താ കാര്യം? പൗലോസ് അപ്പോസ്തലന് റോമൻ പൗരത്വം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അയാളുടെ തലവെട്ടിക്കൊന്നു. പൗലോസ് വിജാതീയൻ അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവർ എന്നുള്ള ആ പ്രസ്താവന ആ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നത് ഈ കുരിശൊരുക്കി അതിലേക്ക് മനുഷ്യനെ തൂക്കിയിടുന്ന സമയത്ത് ലോകത്തിന്റെ മുഴുവൻ ശാപങ്ങളും അവന്റെ മേൽ വെച്ചു കെട്ടുകയാണ്.
പക്ഷേ മനുഷ്യനറിയാത്തൊരു കൈമാറ്റം അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു. എന്റെ ശാപം അവൻ എടുത്തിട്ട് അവന്റെ നീതിയെ അവൻ എന്റെ മേൽ കൈമാറുകയായിരുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് റോമർ 5:1 വിളിച്ചു പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു എല്ലാ ശാപങ്ങളും ഒരുപോലെ അവന്റെ മേൽ ഏറ്റെടുത്തു. പകരം അവന്റെ നീതിയെ നമ്മുടെ മേൽ കൈമാറി. ഇതൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വചനം പറയുന്നു, ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ആൾക്കാരും നീതിമാന്മാരാ. അടുത്തിരിക്കുന്ന ആളിനോട് പറ, നീതിമാനാകട്ടോ. ഈ നീതിമാൻ എന്നൊക്കെ പറയുന്ന വാക്കിനൊന്നും വലിയ വിലയില്ല. ഇത് കോടതി ഭാഷയാണ്. നമ്മുടെ ഇടയിൽ ഈ നീതിമാൻ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ വലിയതൊന്നും തോന്നില്ല. പക്ഷേ കോടതിയിൽ നിൽക്കുന്ന ഒരു കുറ്റവാളി, മുമ്പേ നമ്മൾ കേട്ടതുപോലെ തൂക്കുകയറിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു കുറ്റവാളിയുടെ മുഖത്ത് നോക്കിയിട്ട് സുപ്രീം കോടതിയിലെ ജഡ്ജി കുറ്റവാളി എന്ന് പ്രഖ്യാപിച്ചവനെ പ്രസിഡന്റ് വിടുമ്പോൾ അവന്റെ മനസ്സിനകത്തുണ്ടാകുന്ന ആ ഫീൽ എത്ര ഭയങ്കര. സാഹചര്യ തെളിവുകളും പ്രോസിക്യൂഷൻ വാദങ്ങളും എല്ലാം ഒത്തുചേർന്നപ്പോൾ ഒരു മനുഷ്യൻ കുറ്റവാളിയാണെന്ന് ഉറപ്പിക്കപ്പെട്ടു. പക്ഷെ നീതിപീഠത്തിൽ ഇരിക്കുന്ന ജഡ്ജി ഇവൻ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുമ്പോഴുണ്ടാകുന്ന ഞെട്ടൽ എത്ര ഭയങ്കരമാണ്. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും? അപ്പോൾ കാൽവറിയുടെ ക്രൂശിൽ സംഭവിച്ചത് അനീതിയുള്ള ശാപത്തിലായിരുന്ന പാപിയായിരുന്ന എന്നെ നോക്കിക്കൊണ്ട് ദൈവ കോടതിയിൽ നിന്ന് ഒരു ഫൈനൽ വിധി പുറപ്പെട്ടു. ഇവൻ നീതിമാൻ. ആമേൻ. ഈ നീതീകരണം നമ്മുടെ മേൽ വന്നതുകൊണ്ടാണ് ഇന്ന് പകൽ നമ്മൾ കേട്ട സുവിശേഷത്തിന്റെ പ്രാധാന്യത വർദ്ധിക്കുന്നത്. കൃപാസനത്തിലേക്ക് കയറുവാൻ തക്കവണ്ണമുള്ള വാതിൽ തുറന്നു കിടക്കുകയാണ്. രണ്ടാമത് ക്രൂശിൽ മറ്റൊരു കൈമാറ്റം സംഭവിച്ചു. അവന്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നനാകേണ്ടതിന് ഞാൻ മുഖാന്തരം അവൻ ദരിദ്രനായി മാറി. യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഉടുതുണിക്ക് പോലും മാർഗമില്ലാത്തവനാണ്. സ്തോത്രം. സ്വന്തമായൊരു വസ്ത്രമെങ്കിലും ഉള്ളവൻ ദരിദ്രനല്ല. യേശു ദരിദ്രനായിരുന്നു? ആയിരുന്നോ? അല്ല. യേശു സമ്പന്നനായിരുന്നു. കാശ് കൂടുതലുള്ളത് കൊണ്ടല്ലേ ഫിനാൻസ് സെക്രട്ടറിയെ വെക്കേണ്ടി വന്നു? ഇല്ലേ? അത്യാവശ്യം പ്രസംഗിക്കാൻ പോകുമ്പോൾ സ്വോത്രകാഴ്ച കിട്ടി ജീവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ കീശയ്ക്കകത്തിടാനുള്ളതേ ഉള്ളൂ. കണ്ടമാനം പൈസ വന്നതുകൊണ്ടാണ് പണസഞ്ചി ഒരാളിനെ ഏൽപ്പിച്ചേച്ച് കർത്താവ് അതിനകത്തുനിന്ന് മാറി നിന്നത്. അപ്പൊ കാശുണ്ടായിരുന്നു. വകകൾ പലതും കൊടുത്തിട്ട് കർത്താവിന്റെ ശുശ്രൂഷയെ സഹായിച്ചിരുന്ന പല സ്ത്രീകളെ കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. ആമേൻ. അപ്പൊ പിന്നെ എങ്ങനെയാ ദരിദ്രനാണെന്ന് പറയുന്നത്? യേശു കാൽവറിയിൽ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് അവന്റെ വസ്ത്രത്തിന് വേണ്ടി ആ പടയാളികൾ താഴെ ചീട്ടിട്ട് രക്തക്കറയുള്ള വസ്ത്രം ആരെങ്കിലും എടുത്തോണ്ട് പോകും? എത്ര നല്ലതാണ്. ഈ രക്തക്കറയൊക്കെ കഴുകി ഒളിപ്പിക്കാൻ എന്താ പാടാ അവിടെ, അല്ലേ? അപ്പൊ ഈ വസ്ത്രത്തിന് വേണ്ടി റോമൻ പടയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി മേടിക്കാൻ പൈസ ഇല്ലാത്തവരാണ്, കാശുള്ളവരല്ലേ. പിന്നെന്തിനാ യേശുവിന്റെ വസ്ത്രത്തിന് വേണ്ടി അവർ ചീട്ടിട്ടെ? ആ വസ്ത്രം സാധാരണക്കാരൻ ധരിക്കുന്ന വസ്ത്രമല്ല. തുണി മേടിച്ചു വെട്ടി തുന്നി ഉണ്ടാക്കിയ വസ്ത്രമല്ല. ദീർഘകാലഘട്ടം കൊണ്ട് തുന്നി ഉണ്ടാക്കിയ കീറി തയ്ച്ചതല്ലാത്ത രാജാക്കന്മാരെ പോലെ ഉന്നതന്മാർ ധരിക്കുന്ന വിലപിടിപ്പുള്ള വസ്ത്രമായിരുന്നു അത്. അത് സമൂഹത്തിലെ സാധാരണക്കാരൻ ഇടാൻ പറ്റുന്ന വസ്ത്രമല്ലത്. ഉന്നതന്മാർ ആ വസ്ത്രത്തിന് വേണ്ടിയാ, രക്തക്കറ വീണ ആ വസ്ത്രത്തിന് വേണ്ടി റോമൻ പടയാളികൾ താഴെ ചീട്ടിടുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ സമ്പന്നൻ തന്നെയായിരുന്നു. പിന്നെ എപ്പോഴാണ് അവൻ ദരിദ്രനായത്? അവൻ കാൽവറിയുടെ ക്രൂശിൽ ദരിദ്രനായിരുന്നു. കടന്നു പോകുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ ലജ്ജിതനായിരുന്നു. എന്ന് പറഞ്ഞാൽ ചിത്രകാരന്റെ സംഭാവനയാണ് അല്പം ഒരു തുണ്ട് വസ്ത്രം. അവൻ പൂർണ്ണ നഗ്നനായി ഇറച്ചിക്കടയുടെ വാതുക്കൽ മാംസകഷ്ണം തൂങ്ങിക്കിടക്കുന്നത് പോലെ കുരിശിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. സ്തോത്രം. അവിടെ ഒരു കൈമാറ്റം സംഭവിക്കുന്നുണ്ട്. എന്റെ ദാരിദ്ര്യം അവൻ എടുത്തിട്ട് അവന്റെ മഹാസമ്പത്തിന്റെ ഓഹരിക്കാരനാക്കി ദൈവം എന്നെ മാറ്റുകയായിരുന്നു. ഇത് സംഭവിച്ച കാര്യമാണ്. നീതീകരണം സംഭവിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ പറയുന്ന കാര്യവും സംഭവിച്ചത് തന്നെയാണ്. കാൽവറിയുടെ ക്രൂശ് മുഖേന വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവനീതി വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സംഭവം സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇന്ന് പകൽ വിശ്വാസത്താൽ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. അടുത്ത സംഭവം, എന്റെ രോഗം അവൻ എടുത്തിട്ട് അവന്റെ സൗഖ്യം, അവന്റെ ആരോഗ്യം അവൻ എന്റെ മേൽ പകർന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നത്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ വന്നോ? സൗഖ്യം വന്നോ? ഇപ്പോഴും
നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാണെന്ന് പൗലോസ് പറഞ്ഞതുപോലെ പറയേണ്ടി വരുന്നു. കാൽവറിയുടെ ക്രൂശിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരം വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ രോഗസൗഖ്യം നടക്കണ്ടേ? ഇന്ന് പകൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടണ്ടേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഭൂരിഭാഗവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയാ. കർത്താവ് ജീവനെ പിന്തുടരുവാൻ വേണ്ടി നമ്മെ വിളിച്ചത്. പക്ഷെ ഈ ജീവനിലേക്ക് എത്താൻ പറ്റാതെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ഓടുക. മനസ്സിലാകുന്നുണ്ടോ? ദൈവജീവന്റെ പിന്നാലെ ഓടുവാൻ, ജീവനുമായി ഓടുവാൻ വിളിക്കപ്പെട്ട വ്യക്തികൾ ജീവിക്കാൻ വേണ്ടി കിടന്നു പരാക്രമപ്പെടുകയാണ്. അതിനുള്ള സാധ്യതകൾ മുഴുവനും കാൽവറിയിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അവൻ നമ്മുടെ നീതിയായി മാറി, അവൻ നമ്മുടെ സമ്പത്തായി മാറി, അവൻ നമ്മുടെ സൗഖ്യമായി മാറി. ഇന്ന് പകൽ വിശ്വസിക്കുന്ന മുഴുവൻ ശരീരങ്ങളുടെ മേലും ജീവിതങ്ങളുടെ മേലും ഈ വിടുതൽ വ്യാപരിച്ചേ മതിയാകത്തുള്ളൂ. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സൗഖ്യം ക്രൂശ് മുഖേന കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓൾറെഡി നിങ്ങൾ സൗഖ്യം വന്നവരാണ്. പിന്നെ എവിടെയാ പ്രശ്നം തിരിച്ചറിവില്ല പ്രശ്നം കിടക്കുന്നത്. ഇതെപ്പോഴാണോ വേണ്ട തരത്തിൽ തിരിച്ചറിയുവാൻ തുടങ്ങുന്നത്, ആ സമയം മുതൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. ഈ തിരിച്ചറിവിനെ കുറിച്ചുള്ള അതിശക്തമായ വെളിപ്പാടുകളാണ് റോമാലേഖനത്തിൽ കൂടി പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പാടുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. റോമർ 6:6 പറയുന്ന ഒരു വാക്യം ശ്രദ്ധിക്കണം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. മുമ്പേ പറഞ്ഞ സംഭവം എന്തായിരുന്നു? കാൽവറിയുടെ ക്രൂശിൽ ചില കൈമാറ്റം നടന്നല്ലേ? ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുവാൻ വേണ്ടിയുള്ള ചില പ്രത്യേകതകൾ കാൽവറിയുടെ ക്രൂശിൽ കൂടി നമുക്ക് കൈമാറ്റം ചെയ്തു. നമ്മുടെ കയ്യിലുള്ളത് അങ്ങോട്ട് എടുത്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ചിലത് കൈമാറി. ബാർട്ടർ സമ്പ്രദായമാണ് സംഭവിച്ചത്. പക്ഷേ 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, അതിനേക്കാളും ഭയങ്കരമായൊരു സംഭവം നടന്നു. അവിടെ ഒരു മനുഷ്യന്റെ മരണമല്ല നടന്നത്. കാൽവറിയുടെ ക്രൂശിൽ യേശു മരിച്ചു. ഈശോ മിശിഹ മരിച്ചതുകൊണ്ട് നമുക്ക് രക്ഷ കിട്ടി. ഇതെല്ലാം വിശ്വസിച്ച് സ്തോത്രം പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന നമ്മോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അത് നിന്റെ മരണമായിരുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. റോമർ 6:11 വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു, ഔവണ്ണം തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പോൾ ക്രൂശിൽ യേശു മരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ മരണമല്ല സംഭവിക്കുന്നത്. ആദാം എന്ന ഏകൻ നിമിത്തം സകല മനുഷ്യരും മരണത്തിനകത്തേക്ക് ഇറങ്ങിപ്പോയെങ്കിൽ ആ സകല മനുഷ്യന്റെയും ആ മാനവജാതിക്ക് മുഴുവൻ നീക്കം വരുത്തിയിട്ട് പുതിയതൊന്നിനെ പുനഃസ്ഥാപിക്കുവാനുള്ള പ്രക്രിയ ക്രൂശിൽ നടക്കുകയാണ്. അപ്പോൾ ആദാമിൽ നിന്നും പുറപ്പെട്ടതിനെ മുഴുവനും കൂടെ തുടച്ചു നീക്കിക്കൊണ്ട് പുതിയൊരു പദ്ധതി അവിടെ ആവിഷ്കരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രിസ്തു മരിക്കുന്ന സമയത്ത് സകല മനുഷ്യരുടെയും മരണമാണ് നടക്കുന്നത്. ഗലാത്യലേഖനം 6:14 പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുന്നത് ഇങ്ങനെയാണ്, സകലർക്കും വേണ്ടി ഒരുവൻ മരിച്ചത് കൊണ്ട് സകലരും മരിച്ചതുപോലെ എണ്ണിയിരിക്കുന്നു. അപ്പോൾ കാൽവറിയുടെ ക്രൂശ് ഒരു ഭയങ്കര രഹസ്യമാണ്, ഒരു വിശുദ്ധമായ രഹസ്യമാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അപ്പോൾ യേശു മരിച്ചപ്പോൾ ഞാനും അവനോട് കൂടെ മരിച്ചെന്ന് പറഞ്ഞാൽ നമുക്കത് എങ്ങനെയാ ബോധ്യപ്പെടുക? മനസ്സിലാക്കാൻ ഇച്ചിരി പാടുള്ള കാര്യമല്ലേ എഴുതി വെക്കുന്നതൊക്കെ. ക്രിസ്തു എന്നാ മരിച്ചേ? 2000 വർഷങ്ങൾക്ക് മുമ്പ്. ഞാനെപ്പോഴാ ജനിച്ചേ? തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ? ഇല്ല. ഇതൊരു വെളിപ്പാടാണ്. ആമേൻ. അപ്പോസ്തലൻ പൗലോസ് എബ്രായ ലേഖനത്തിൽ പല ദൂതുകൾ ഇങ്ങനെ കൈകാര്യം ചെയ്തു വരുന്ന സമയത്ത് ഈ പറയുന്നതിനെ പ്രൂവ് ചെയ്യുവാൻ വേണ്ടിയുള്ള ചില വചനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്, ലേവി ദശാംശം കൊടുത്തോ ഇല്ലയോ? ലേവി ദശാംശം കൊടുത്തു എന്ന് പൗലോസ് പറയുന്നു. പക്ഷെ പഴയ നിയമത്തിൽ എല്ലായിടത്തും ലേവി ദശാംശം വാങ്ങിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ലേവി എവിടെയാ ദശാംശം കൊടുത്തേ? അബ്രഹാമിൽ കൂടി ദശാംശം കൊടുത്തു. യുദ്ധം ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേൽക്കുവാൻ വേണ്ടി ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞുമായിട്ട് വരുന്ന സമയത്ത് സകലത്തിലും 10-1 ദശാംശം അബ്രഹാം മൽക്കീസദേക്കിന് കൊടുത്തു. അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ അബ്രഹാമിന്റെ കൊച്ചുമകനായ ലേവി അബ്രഹാമിന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. ഇസ്ഹാക്ക് അബ്രഹാമിൽ ഉണ്ടായിരുന്നു, യാക്കോബ് അബ്രഹാമിൽ ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ മക്കളെല്ലാവരും, കൊച്ചുമക്കളെല്ലാവരും അബ്രഹാമിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാം ദശാംശ പാത്രത്തിനകത്തേക്ക് കൈനീട്ടി സ്വോത്രകാഴ്ച ഇട്ടപ്പോൾ ഈ മനുഷ്യർ മുഴുവനും ദശാംശം കൊടുത്തതായിട്ട് ദൈവം അംഗീകരിച്ചു.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏക മനുഷ്യനായ ആദാം പാപം ചെയ്തപ്പോൾ സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരും പാപികളെന്ന് എണ്ണപ്പെടുവാൻ കാരണം ആ മനുഷ്യനിൽ സകല മനുഷ്യനും ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയുടെ പാപം മൂലം മുഴുവൻ ആൾക്കാരും പാപത്തിലേക്ക് പോയെങ്കിൽ, ഒരു മനുഷ്യൻ ദശാംശം കൊടുത്തപ്പോൾ തലമുറകൾ മുഴുവൻ ദശാംശം കൊടുത്തതായി ദൈവം എണ്ണിയെങ്കിൽ, ഏക മനുഷ്യനാൽ പാപം വന്നു, പാപത്താൽ മരണവും വന്നെങ്കിൽ, ഏക മനുഷ്യന്റെ അനുസരണത്താൽ എല്ലായിടത്തും വരുത്തില്ലേ ഇത്? സകലവരുടെ മേലും ഇത് കൈമാറ്റം ചെയ്യപ്പെടണ്ടേ? അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് കാൽവരിയുടെ ക്രൂശിൽ മരിക്കുന്ന സമയത്ത് ക്രിസ്തു മാത്രമല്ല മരിച്ചത്, ഞാൻ അവനിലുണ്ടായിരുന്നു, നിങ്ങൾ അവനിലുണ്ടായിരുന്നു. അത് നമ്മുടെ മരണമായിരുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ മാത്രം ഉയർപ്പല്ല, എന്റെ ഉയർപ്പായിരുന്നു, നിങ്ങളുടെ ഉയർപ്പായിരുന്നു. പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ വാഴ്ച മടക്കി പിടിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പുതിയ വാതിൽ ഇവിടെ തുറന്നു കിടക്കുകയാണ്. സാധ്യതകളുടെ ലോകത്തിലേക്ക് പിറന്നു വീണ മനുഷ്യൻ എല്ലാ സാധ്യതകളും നഷ്ടപ്പെട്ടവനായി തകർന്നെങ്കിൽ വീണ്ടും സാധ്യതയുടെ ഒരു പുതിയ ലോകം ക്രൂശ് മുഖേന യേശു കർത്താവ് ഒരുക്കി. അതാ സുവിശേഷം. അപ്പോൾ ഇതൊക്കെ പറയാൻ രസമാണ്, കേട്ടിങ്ങനെ സ്വോത്രം പറഞ്ഞു പോവാ. പ്രത്യേകിച്ച് ഗുണം വല്ലതും ഉണ്ടോ? ഓണം വന്നാലും ഉണ്ണി പറഞ്ഞാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെയാണ്. ഈ പറയുന്ന സംഭവത്തിനെല്ലാം നമ്മൾ സ്വോത്രം പറയുന്നുണ്ടെങ്കിൽ കാര്യത്തോടെടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നവും മാത്രമേ കാണത്തുള്ളൂ, ഇല്ലേ? ഈ പറയുന്ന സമൃദ്ധിയും ഈ പറയുന്ന സൗഖ്യവും ഈ പറയുന്ന അത്ഭുതവും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ ശരിയല്ലേ? ശരിയല്ലേ? ഈ പറഞ്ഞതെല്ലാം സത്യമായിരുന്നെങ്കിൽ ഇങ്ങനെയും കാണാമായിരുന്നോ? പരദേശയായി മാറിയാനെ മുഴുവനും. പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നെങ്കിൽ. ഇപ്പൊ പറഞ്ഞത് സത്യമല്ലേ? അവിടെ റോമാലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞ വാക്യത്തിന്റെ പ്രത്യേകത, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ആത്മാവിൽ രക്ഷ വന്നു. ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ വാതിൽ ആത്മാവിൽ ദൈവം തുറന്നു തന്നു. ആത്മാവിൽ വെളിപ്പെട്ട സംഭവത്തിലേക്ക് ശരീരം പ്രവേശിക്കുകയും വാഴ്ച നടക്കുകയും ചെയ്യണമെങ്കിൽ ഇതിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. അതാണ് അകത്ത മനുഷ്യൻ എന്ന പൗലോസിന്റെ ഭാഷയിൽ പറയുന്ന മനസ്സ്. അപ്പൊ മനസ്സിന് രൂപാന്തരം സംഭവിക്കുന്നില്ല. ഈ രൂപാന്തരം എപ്പോഴാണോ സംഭവിക്കുന്നത് ആ സമയത്താണ് വാഴ്ചയിലേക്ക് മനുഷ്യൻ മടങ്ങിപ്പോകുവാൻ തുടങ്ങുന്നത്. സ്തോത്രം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, ഔവണ്ണം തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. എണ്ണുക എന്ന് പറയുന്ന ആ പദം അതിന്റെ ഗ്രീക്കിൽ ലോഗിസോമായി എന്ന് പറയുന്നൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ വാക്യത്തിൽ നിന്നാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? കൃത്യമായി കണക്കെടുക്കുക, കൃത്യമായി കണക്കെഴുതി ബോധ്യപ്പെടുത്തുക, ഇതൊക്കെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ പദത്തിന്റെ ശരിക്കുള്ള അർത്ഥം. 100% കൃത്യതയുള്ളൊരു കാര്യമുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് മാത്രമേ ഉള്ളൂ. ശരിയാണോ? അത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ പിള്ളേർ പരീക്ഷ എഴുതിയിട്ട് പേപ്പറുമായിട്ട് വരുന്ന സമയത്ത് എല്ലാം കൂടെ വെച്ച് നോക്കിയാൽ മതി, അപ്പൊ നമുക്ക് മനസ്സിലാവും. പിടികിട്ടുന്നില്ലല്ലേ? ഈ മലയാളം പരീക്ഷ എഴുതി അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരീക്ഷ എഴുതി പരീക്ഷ പേപ്പറുമായിട്ട് വന്നു. അപ്പം ക്വസ്റ്റ്യൻ ഓരോന്നിനും ആൻസറുകൾ നമ്മൾ പിള്ളേർ ചെയ്യാറുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ആൻസർ പേപ്പറിൽ ആൻസർ എഴുതുന്നു. 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, 1.25 മാർക്കേ കിട്ടിയുള്ളൂ. ആൻസർ ശരിയോ തെറ്റോ? തെറ്റാണെന്നുണ്ടെങ്കിൽ വെട്ടിക്കളയണ്ടേ? പാസ്റ്റ് മുമ്പേ പ്രസംഗമില്ല, കരുണ തോന്നിയതാ ആണോ? എന്താ പറയാ, ഞാനൊക്കെ 10ാം ക്ലാസ് ജയിച്ചതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. ഈ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യന്റെ ആൻസർ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. സകല ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കറക്കി ഒരു കുത്ത. ആ കുത്തിയതിൽ 10-ൽ 8 ശരിയായിരുന്നു. പിന്നെ താഴേക്ക് വേറെ പല പരിപാടികളുണ്ട്. ഇതെല്ലാം കൂടെ കഴിഞ്ഞു വന്നപ്പോഴേക്കും രക്ഷപ്പെട്ടു. ആമേൻ. പക്ഷെ കണക്ക് പരീക്ഷയ്ക്ക് മൊട്ട. എല്ലാത്തിനും 1/4 മുറിയൊക്കെ കിട്ടും. പക്ഷെ കണക്കിന് മാത്രം മാർജിനിൽ എല്ലാ ആൻസറിന്റെ സൈഡിൽ മഹാത്മാഗാന്ധിയുടെ തല ഇങ്ങനെ വരച്ചു വെച്ച് സാറ് വിടുക ചെയ്യുന്നത്. അതിന് മാത്രം ജയിച്ചിട്ടില്ല. അതിന്റെ കാര്യം എന്നാ? ഒക്കുന്നിടത്തിട്ട് ഒപ്പിക്കാം പലതും.
5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. അപ്പൊ എഴുതി വന്നപ്പോൾ അതിനകത്ത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്, പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി വന്നപ്പോൾ സാറിന് മനസ്സിലായി ഏകദേശം ഏതാണ്ടൊക്കെ വായിച്ചിട്ടുണ്ട്, ഏതാണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഇരിക്കട്ടെ 1/2 മാർക്ക് ഇല്ലേ. ഈ അരയും കാലും മുറിയും മുക്കാലും എല്ലാം കൂടെ ചേർത്തപ്പോൾ ആള് ജയിച്ചു. പക്ഷെ കണക്ക് പരീക്ഷയ്ക്ക് 4ഉം 3ഉം ഞാൻ എത്ര കൂട്ടിയിട്ടോ 6.25 വരെ വരുന്നുള്ളൂ. 6.25 വരെ വന്നല്ലോ, എന്നാ അവൻ ഇരിക്കട്ടെ 1/2 മാർക്ക്. അങ്ങനെ ഇടാൻ പറ്റുമോ? 4ഉം 3ഉം 6.25 1/2 മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിന്റെ അപ്പനും അമ്മയും ചോദിക്കും, ഏത് സാറാണ് നിന്നെ കണക്ക് പഠിപ്പിച്ചെന്ന് ചോദിക്കും ഇല്ലേ. കണക്ക് പരീക്ഷയ്ക്ക് മാത്രം ഇങ്ങനെയുള്ള ഗിമ്മിക്സ് ഒന്നും നടക്കത്തില്ല. ഇത് 100% കൃത്യതയുള്ള, ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. ഇതേ അർത്ഥത്തിലാണ് റോമാലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം എഴുതിയിരിക്കുന്നത്. പാപസംബന്ധമായി മരിച്ചു എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നുവെന്നും നിങ്ങളെ തന്നെ എണ്ണുക. മരിച്ചോ ഇല്ലയോ? ബൈബിൾ പറയുന്നു മരിച്ചെന്ന്. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ അസ്ഥിയിൽ കയറി പിടിക്കുന്നത്, ആ സമയത്താണ് ഈ സംഗതി വെളിപ്പെടാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ബോധ മനസ്സുകൊണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബോധ മനസ്സിൽ കേൾക്കുന്നതിൽ നല്ലൊരു ശതമാനവും ഇതിനകത്തൊന്നും പുറത്തിറങ്ങുമ്പോഴേക്കും പോകും. അങ്ങേയറ്റം 10-15 മിനിറ്റ് പറഞ്ഞത് മാത്രമേ കേൾക്കത്തുള്ളൂ. 45 മിനിറ്റ് മാത്രമേ ഒരാളിനെ, ഒരു വ്യക്തിക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഈ 45 മിനിറ്റിനകത്ത് ശ്രദ്ധിച്ചിരുന്നിട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്നത് അങ്ങേയറ്റം 10 മിനിറ്റത്തെ കാര്യമാണ്. 1 മാസം കഴിയുമ്പോഴേക്കും വേറെ പലതും കൊണ്ടുവന്ന് അതിന്റെ പുറത്ത് തട്ടിമറിച്ച് ഇല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞ കർത്താവ് ഒഴിഞ്ഞവരായി ഞങ്ങൾ വന്നു. ഒരു പ്രസംഗത്തിന് ഒരാഴ്ചത്തെ ആയുസേ ഉള്ളൂ. ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരും, ഇവിടെ വന്നിരുന്നോട്ട് പ്രസംഗിച്ച് കേട്ടുപോയി. അടുത്ത ആഴ്ച ഒഴിഞ്ഞവരായി ഞങ്ങൾ വന്നു, നിറഞ്ഞവരായി വേണമെന്ന് പറഞ്ഞപ്പോൾ എക്സ്പയറി ഡേറ്റ് ആയി. കഴിഞ്ഞ ആഴ്ച കേട്ടെ ഇല്ലേ. പ്രസംഗത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ വെളിപ്പാട് അങ്ങനല്ല. ഒരു വെളിപ്പാട് ഹൃദയത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനെ പിന്നെ പറിച്ചു നീക്കാൻ പറ്റത്തില്ല. അതൊരു അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബോധ മനസ്സ്, നിങ്ങളുടെ ഉപബോധ മനസ്സിന് കൈമാറുന്നത് എന്താണോ അത് പറഞ്ഞു പോകത്തില്ല, അതവിടെ കിടക്കും. നമ്മുടെ പ്രശ്നം എന്താ? ഈ വാഴ്ച നടക്കാത്തതിന്റെ കാര്യം ഉപബോധ മനസ്സിനകത്തേക്ക് ഇത് കയറുന്നില്ല. ഇതെല്ലാം ബോധ മനസ്സിനകത്ത് അറിവുകൾ മാത്രമായി നിൽക്കുക. അറിവ് ചീർപ്പിക്കുമെന്ന വചനം പറയുന്നത്. അറിവുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ആർക്കും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇത് എപ്പോഴാണോ അകത്ത മനുഷ്യന്റെ അകത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്, ആ സമയത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. സ്തോത്രം. അതെങ്ങനെയാ പറയാം ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു ദിവസം രാവിലെ വീട് വിട്ട് പോയി. അന്ന് നമ്മൾ അന്തി ഉറങ്ങിയത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ്. 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് ഡെലീഷ്യസ് ഫുഡാണ്. അതെല്ലാം കൂടെ കഴിച്ച് മൂക്കൂട്ട കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ക്ഷീണമായി. 5 സ്റ്റാർ ഹോട്ടലിലെ വളരെ മനോഹരമായ ആ മെത്തയിൽ നമ്മൾ കിടന്നു. 4 പേർക്ക് കിടക്കാവുന്ന ആ വലിയ കട്ടിലിൽ ഒറ്റയ്ക്ക് തിരിഞ്ഞും മറിഞ്ഞും എല്ലാം കിടന്ന് ലാവിഷായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് എത്ര സുഖകരമായിരുന്നു. രാവിലെ വീണ്ടും യാത്ര ആരംഭിച്ചു. ഒരു ട്രെയിനിലാണ് പോകുന്നത്. ദീർഘ മണിക്കൂറുകൾ ട്രെയിനിൽ യാത്ര ചെയ്തു. പാതിരാത്രി 12 മണി കഴിഞ്ഞപ്പോൾ വിജനമായ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നമ്മൾ ഇറങ്ങി. വീട്ടിൽ പോകണം. ഓട്ടോറിക്ഷ ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. ഇനിയിപ്പോൾ നേരം വെളുക്കുന്ന സമയം വരെ റെയിൽവേ സ്റ്റേഷനിൽ കഴിച്ചു കൂട്ടിയേ പറ്റുള്ളൂ. അന്ന് രാത്രിയിൽ ഭയങ്കര ക്ഷീണമുണ്ട്, ഉറങ്ങിയേ പറ്റൂ. അടുത്ത് കണ്ടത് ഒരു സിമെന്റ് ബെഞ്ചാണ്. ഇന്നലെ രാത്രി എവിടെയായിരുന്നു? 5 സ്റ്റാറിലായിരുന്നു. ഇന്ന് സിമെന്റ് ബെഞ്ചിലാണ് കിടക്കുന്നത്. സിമെന്റ് ബെഞ്ചിൽ കയറി കിടന്നു, പോത്തുപോലെ ഉറങ്ങി. താഴെ വീണോ? രാവിലെ വീണോ? വീഴത്തില്ല, താഴെ വീഴത്തില്ല. എന്താ കാര്യം താഴെ വീഴ? ഇന്നലെ ഉറങ്ങിയതുപോലെ അതേ അനുഭവത്തിൽ അങ്ങ് ഉറങ്ങരുതായിരുന്നു. വീഴത്തില്ല. വീഴത്തിന്റെ കാര്യം എന്നറിയാം. നമ്മൾ പോലും അറിയാതെ ഈ സിമെന്റ് ബെഞ്ചിൽ നമ്മൾ കിടക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോധ മനസ്സ്, ഉപബോധ മനസ്സിനൊരു സന്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് 5 സ്റ്റാർ ഹോട്ടലിലെ മെത്തയല്ല, ഇതേ സൂക്ഷിച്ച് കിടന്നില്ല എന്നുണ്ടെങ്കിൽ നടുവൊടിഞ്ഞു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ബോധ മനസ്സ് ഉപബോധ മനസ്സിന് കൊടുത്ത ആ മെസ്സേജ് അനുസരിച്ച് അവൻ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്ന സമയത്തും അവൻ അറിയാതെ അവന്റെ ശരീരത്തിൽ ഇത് വർക്കൗട്ട് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ തന്നെ അകത്ത മനുഷ്യനിലേക്ക് വ്യാപരിക്കേണ്ടതാണ് ഈ തിരുവെഴുത്തിന്റെ സത്യങ്ങൾ. നിങ്ങളുടെ മനസ്സിന് രൂപാന്തരം സംഭവിക്കത്തക്കവണ്ണം ആണികൊണ്ട്, ഇരുമ്പെഴുത്താണികൊണ്ട് അവൻ എഴുതി പിടിപ്പിക്കുന്ന രീതിയിൽ വളരെ ഷാർപ്പായിട്ട് എഴുതി ചേർക്കേണ്ട കാര്യമാണ്. എന്റെ പഴയ മനുഷ്യൻ മരിച്ചുപോയി, ഇപ്പോൾ ജീവിക്കുന്നത് ഒരു പുതിയ മനുഷ്യനാണ്. അപ്പോസ്തലൻ പൗലോസ് വീണ്ടും വിളിച്ചു പറയുകയാണ്, ഇനി ജീവിക്കുന്നത് പുതിയ മനുഷ്യനെന്നല്ല, ഇനി ജീവിക്കുന്നത് ഞാനെന്നല്ല, ഇനി ജീവിക്കുന്നത് ക്രിസ്തു അത്രേ.
ഞാൻ മരിച്ചു, എന്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഇന്ന് പകൽ ഈ കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും, ഞാനില്ല, ക്രിസ്തു മാത്രമേ ഉള്ളൂ? സുവിശേഷം വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കണം. വിപ്ലവകരമായ ചിന്തകളാണ് കർത്താവ് പങ്കുവെക്കുന്നത്. ഞാൻ സാക്ഷാൽ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നിങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ഫലം കായ്ക്കുവാനും നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. എന്താ അതിന്റെ അടിസ്ഥാനം? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, നിങ്ങൾ അതിലെ കൊമ്പുകളാകുന്നു. മുന്തിരിവള്ളിയും കൊമ്പും രണ്ടാണോ ഒന്നാണോ? മുന്തിരിവള്ളിയും കൊമ്പും രണ്ടോ ഒന്നോ? മുന്തിരിവള്ളിയും കൊമ്പും രണ്ടാണെങ്കിൽ ചുട്ടുകളയാനേ പറ്റൂ, പിന്നെ അതിന് നിലനിൽപ്പില്ല. മുന്തിരിവള്ളി കൊമ്പിൽ നിന്നും എപ്പോഴാണോ ബന്ധം മുറിച്ചു മാറ്റുന്നത്, ആ സമയം മുതൽ അത് വാടുവാൻ തുടങ്ങും, അത് ഉണങ്ങുവാൻ തുടങ്ങും. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും കഴിയില്ല. അങ്ങനെയെങ്കിൽ തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ മുന്തിരിവള്ളിയുടെ മേൽ ചേർത്തൊട്ടിച്ചിരിക്കുന്ന കൊമ്പുകളാണെങ്കിൽ രണ്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നവർ എത്ര പേരുണ്ടോ? രണ്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. കർത്താവേ, എന്റെ പഴയ മനുഷ്യൻ മരിച്ചുപോയി, ഇപ്പോൾ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു മാത്രമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കാട്ടൊലിവിനെ വെട്ടിയെടുത്തു, നാട്ടൊലിവിനോട് ചേർത്തൊട്ടിച്ചു. കാട്ടൊലിവിന്റെ സ്വാഭാവികമായ ഗുണങ്ങളെയെല്ലാം ഒറ്റ വെട്ടോടുകൂടി അവസാനിപ്പിച്ചു. ആ കാട്ടൊലിവിനകത്തേക്ക് കയറി വന്ന എന്തെല്ലാം മ്ലേച്ഛതകൾ ഉണ്ടായിരുന്നു, ഇത് മുഴുവനും ഒരൊറ്റ വെട്ടിൽ മുറിക്കപ്പെട്ടു, മറ്റൊരൊലിവുമായി ചേർത്തു, ബന്ധിപ്പിച്ചു. ഇനിയിപ്പോൾ തീരുമാനിക്കുന്നത് നാട്ടൊലിവ. നാട്ടൊലിവിനകത്തുനിന്ന് വരുന്ന രസമാണ് കാട്ടൊലിവിന്റെ നിലനിൽപ്പിന്റെ പ്രധാനപ്പെട്ട ഘടകം. പ്രൈസ് ദി ലോർഡ്. ഇത് അകത്ത മനുഷ്യന്റെ അകത്തേക്ക് കയറണം. ഹല്ലേലൂയ. ഇത് കയറുന്നില്ല. ഈ അകത്ത മനുഷ്യന്റെ അകത്ത് വേറെന്തൊക്കെയോ കിടക്കുന്നു, പുറത്തെ മനുഷ്യനിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചിലത് കിടക്കുന്നു. ആത്മാവിന്റെ ചിന്ത ജഡത്തിനും, ജഡത്തിന്റെ ചിന്ത ആത്മാവിനും വിരോധമാകുന്നു എന്ന് റോമർ 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ജഡത്തെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. അതെന്തോ ഈ പറയുന്നത്? നരകത്തിൽ പോകുന്ന കാര്യമല്ല പറയുന്നത്. ജഡത്തെ അനുസരിച്ച് നടക്കുന്ന പല ആൾക്കാരും അയ്യ, നശിച്ചു, തകർന്നു, പൊട്ടി, രക്ഷയില്ല, ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു വിടുതലില്ല എന്നും പരാതി പറഞ്ഞ് നടക്കത്തക്കവണ്ണം മരണം അവന്റെ ജീവിതത്തിൽ വാഴ്ച നടത്തും. എന്നാൽ ആത്മാവിൽ നടക്കുന്ന മനുഷ്യൻ ജീവനിൽ വാണുകൊണ്ടായിരിക്കും, ജീവന്റെ വാഴ്ചയായിരിക്കും അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഒരു ഉറവയിൽ നിന്ന് 2 വെള്ളം പുറപ്പെടുന്നു പറഞ്ഞ പോലെ ഈ ആത്മാവും ജഡവുമായിട്ട് ഒരുമിച്ച് അങ്ങ് പോവാ. അതിനെ എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്നത്? സയാമീസ് ഇരട്ടകളെ കണ്ടിട്ടില്ലേ? 2 വ്യക്തിത്വങ്ങളാ ഒറ്റ ശരീരത്തിൽ. ഒരാൾ അങ്ങോട്ട് തിരിയുമ്പോൾ ഒരാൾക്ക് ഇങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല. ആമേൻ. എന്ത് സ്ട്രഗിൾ ചെയ്തായിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. അതുകൊണ്ടല്ലേ അവരെ വേർപ്പെടുത്താൻ വേണ്ടിയുള്ള ഭയങ്കര ശസ്ത്രക്രിയയൊക്കെ നടക്കുന്നത്. 2 പേർക്ക് ഒരുമിച്ച് എങ്ങനെ ചേർന്ന് ജീവിക്കാൻ പറ്റുക? അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം 2 പേരുടെയും ചിന്ത രണ്ടാണ്. 2 പേരും വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ടവർ, വ്യത്യസ്ത ചിന്താഗതികൾ. പക്ഷേ ഒരു ശരീരം മാത്രം പങ്കുവെക്കപ്പെടാൻ പറ്റത്തില്ല. ഇതാ നമ്മുടെ പ്രശ്നം. സയാമീസ് ഇരട്ട പോലെ മനസ്സൊരിടത്ത് കിടക്കുന്നു, ആത്മാവ് വേറൊരിടത്ത് കിടക്കുന്നു. സഭയ്ക്കകത്ത് വരുമ്പോൾ ആത്മാവ് ഇങ്ങനെ തുള്ളി ചാടി ബഹളം ഉണ്ടാക്കി അടിച്ചു പൊളിച്ചു യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ പിന്നെ അടുത്ത ഞായറാഴ്ച വരെ സയാമീസ് ഇരട്ടയാണ്. ആത്മാവ് ഇങ്ങോട്ട് പിടിക്കുന്നു, ജഡം അങ്ങോട്ട് പിടിക്കുന്നു. കുറ്റബോധം, നിരാശ, ഈ പറഞ്ഞതിനകത്തൊക്കെ കിടക്കുന്ന ദൂതുകളിൽ ചിലതൊക്കെ വന്ന് ചാട്ടുളി പോലെ കുത്തിക്കേറുന്നു. അവിടെ വെച്ച് കരയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും. ഈ പ്രാർത്ഥനകൾ നടക്കുന്നു. സത്യം പറഞ്ഞ ഏണിയും പാമ്പും കളിയാ ഇല്ലേ? യോഗത്തിന് വന്നിരുന്നു, ദൂത് കേട്ടു, പ്രാർത്ഥിച്ചു, വിടുതൽ പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി ഈ ഏണിയും പാമ്പ് കളിച്ചോണ്ടിരിക്കുക. ഒന്നേന്ന് കളിച്ച് കയറി 98 എത്തിയപ്പോഴത്തെ പാമ്പങ്ങ് വിഴുങ്ങി, കറങ്ങിടിച്ച് 6 വന്നു. 25 വർഷത്തെ ആത്മീക ജീവിതം സ്വാഹ. വീണ്ടും ഇതാണ് പലരുടെയും ആത്മീക ജീവിതം. കുറ്റബോധവും നിരാശയുമായിട്ട് നടക്കുക. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? യഥാർത്ഥ സത്യം ഇപ്പോഴും അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അവരുടെ ജീവിതത്തിൽ കാൽവറിയുടെ ക്രൂശ് എന്തു വ്യത്യാസമാണ് വരുത്തിയത് എന്ന് അവർക്ക് ഇതുവരെയും തിരിച്ചറിയുവാൻ കഴിയാത്തത് കൊണ്ട് അവരൊരു മതഭക്തരായി ജീവിക്കുകയാണ്. അവരുടെ ദൈവം അവരുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു ഉപാധി മാത്രമായി മാറുന്നു.
എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തുവാണ് സകലതും, സകലതും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നു. അവനിലാണ് നിങ്ങൾ ജീവിക്കുന്നത് തന്നെ. ഇന്ന് പകൽ നമ്മുടെ അസ്തിത്വത്തിന്റെ ആകത്തുക ക്രിസ്തു മാത്രമാണ്. ഈ ദൂത് നിങ്ങൾ നിങ്ങളുടെ അകത്ത മനുഷ്യനോട് നിരന്തരം പറയണം. പ്രൈസ് ദി ലോർഡ്. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ പറയാതെ വരുമ്പോഴാണ് ആകെപ്പാടെ അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം എന്നാണെന്നറിയാമോ? ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കയറി വരുന്ന കണ്ടമാനം മെസ്സേജുകളുണ്ട്. ഇതാണ് നമ്മുടെ അകത്ത മനുഷ്യനിൽ കിടക്കുന്നത്. വളരെ ഡിസ്റ്റർബ്ഡ്. പ്രാർത്ഥനകൾ ഏൽക്കുന്നില്ല. ഗിലെയാദിൽ വൈദ്യനില്ലയോ? ഇവിടെ സൗഖ്യമാക്കുന്ന തൈലം ഇല്ലയോ? പിന്നെ എന്തുകൊണ്ട് എന്റെ ജനത്തിന്റെ പുത്രിക്ക് സൗഖ്യം ഉണ്ടാകുന്നില്ല? സൗഖ്യം ഉണ്ടാകത്തില്ല. ഈ സാധനം ഏക്കൂല അകത്തോട്ട്. വചനം പ്രാണനെ ആത്മാവിനെയൊക്കെ ഓർമ്മടിപ്പിക്കുന്നതാണെങ്കിലും മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. ഇത് വാഴ്ച നടത്തുവാൻ വേണ്ടി ആ വാതിലൊന്ന് തുറന്നു കൊടുക്കുന്നില്ല. സ്തോത്രം. നമ്മൾ ഈ മോശമായ ഭക്ഷണം കഴിച്ചാൽ എന്ത് സംഭവിക്കും? മിണ്ടുന്നില്ല. മോശമായ ഭക്ഷണം കഴിച്ചാൽ വയറിന് അസുഖം ഉണ്ടാവും. വയറിന് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നൊന്ന് ഫ്രീ ആയി വരണമെങ്കിൽ ഈ മോശമായ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ മുഴുവനും നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് പുറത്തു പോകണം. അവിടം വരെയോളം നമ്മുടെ ശരീരം അസ്വസ്ഥപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇവിടുത്തെ പ്രശ്നം പലർക്കും ആത്മിക വയറിളക്കം സംഭവിച്ചിരിക്കുക. ആവശ്യമില്ലാത്ത കണ്ടമാന സാധനങ്ങൾ ഇങ്ങനെ വെട്ടി വരിച്ചു കയറ്റി ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് അകത്ത മനുഷ്യനിൽ മുഴുവനും മ്ലേച്ഛ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കുക. യേശു പറഞ്ഞു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അകത്ത മനുഷ്യനെ അസ്വസ്ഥനാക്കുന്ന ഒന്നും നിന്റെ അകത്തേക്ക് നീ കയറ്റി വിടരുത്. യേശു പറഞ്ഞു, നിങ്ങളുടെ മുഴുവൻ ആകുല ചിന്തകളും അവന്റെ മേൽ ഇട്ടുകൊള്ളു. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളത് എന്റെ നാക്ക് മാത്രമേ ഇതുവരെയും പറഞ്ഞിട്ടുള്ളൂ. അകത്ത മനുഷ്യൻ അംഗീകരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രശ്നം വരുമ്പോഴേക്ക് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഓടിപ്പോകും. പിന്നെ ആകുലതയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ മോശമായ ഭക്ഷണമെന്നോ. നിരന്തരം ആവശ്യമില്ലാത്തതെല്ലാം കൂടെ കഴിച്ച് നമ്മുടെ അകത്ത മനുഷ്യൻ വളരെ പ്രയാസത്തിലാണ്. അങ്ങനെയുള്ള മനുഷ്യൻ ഈ പറയുന്ന ദൂതൊന്നും ഏക്കൂല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ആ ദൂത് വളരെ ശക്തമാണ്. എന്തോ ഒന്ന് കാൽവറിയുടെ ക്രൂശിൽ സംഭവിച്ചു. ആ സംഭവിച്ചതിനെ കുറിച്ച് ഒരു വ്യക്തത നിങ്ങളുടെ മനസാക്ഷിയിൽ വ്യാപരിക്കണം. പൗലോസ് പറയുന്നു, ആ സംഭവിച്ചത് മറ്റൊന്നുമല്ല, എന്റെ പഴയ മനുഷ്യന്റെ മരണമായിരുന്നു. ഇന്ന് ജീവിക്കുന്നത് ഒരു പുതിയ മനുഷ്യനെന്ന് പോലുമല്ല. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ക്രിസ്തുവാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന സന്ദേശം ഒരു പ്രാവശ്യമല്ല 1000 പ്രാവശ്യം നിങ്ങളോട് തന്നെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. കർത്താവേ, ഞാനല്ല ജോലി ചെയ്യുന്നത്, ഞാനല്ല കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്, ഞാനല്ല ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സകലതും നീയാണ്. നിന്നിലാണ് ഞാൻ ജീവിക്കുന്നത്. നീയാണ് എൻ്റെ നിലനിൽപ്പ്. നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഈ തിരിച്ചറിവ് ആഴത്തിലുണ്ടാകണം. ആമേൻ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യക്തി ഒരു സാധാരണക്കാരനല്ല, ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവാണ് എന്നുള്ള തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ വന്ന് താടിക്ക് കൈ കൊടുത്തോണ്ടിരിക്കാൻ പറ്റുമോ? കൈവച്ചവരോടല്ല പറയുന്നത് കേട്ടോ, ആരോടും ദൂത് പറഞ്ഞതല്ല. അല്ല, ചിലരുടെയൊക്കെ അവസ്ഥ കാണുമ്പോഴേ ഭയങ്കര പ്രയാസം ഉണ്ടാകുന്നു. ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് ആഴത്തിൽ ബോധ്യപ്പെട്ട മനുഷ്യന് നിരാശയിൽ സംസാരിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. കാൽവറിയുടെ ക്രൂശിൽ വെച്ചൊരു കൈമാറ്റം സംഭവിക്കുമ്പോൾ അവനിലുള്ളതെല്ലാം അവൻ കൈമാറി. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർ 1:3 എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നിങ്ങളെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ വിശുദ്ധനാണെങ്കിൽ ഞാനും വിശുദ്ധനാണ്. വിശുദ്ധി അവൻ കൈമാറി. ഞാൻ മീശ പഠിച്ചത് കൊണ്ടോ വെള്ളയുടുപ്പിട്ടത് കൊണ്ടോ ആഭരണം ഊരിയത് കൊണ്ടോ എനിക്ക് കിട്ടുന്ന പാരിതോഷികമല്ല വിശുദ്ധി എന്നുള്ളത്. വിശുദ്ധനായ ദൈവപുത്രനിൽ പാപിയായ ഞാൻ വിശ്വസിച്ചപ്പോൾ അതിന് ദൈവം എനിക്ക് നൽകിയ പട്ടമാണ് വിശുദ്ധി എന്നുള്ളത്. ഞാൻ നീതിമാനായിരുന്നില്ല, അവന്റെ നീതി എന്റെ മേൽ കൈമാറി, അവന്റെ വിശുദ്ധി എന്റെ മേൽ കൈമാറി. അങ്ങനെയെങ്കിൽ ഞാൻ നീതിമാനും വിശുദ്ധനുമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ പ്രവാചകനാണെങ്കിൽ ഞാനും പ്രവാചകനാണ്. അവൻ പുരോഹിതനാണെങ്കിൽ ഞാനും പുരോഹിതനാണ്. അവൻ രാജാവാണെങ്കിൽ ഞാനും രാജാവ് തന്നെയാണ്. അവനാണ് ജീവിക്കുന്നതെങ്കിൽ അവനിലുള്ളതെല്ലാം എന്നിലും വ്യാപരിക്കുന്നുണ്ടോ?
പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിന്തകൾ മാറിയേ പറ്റൂ. ചിന്തകൾ മാറുവാൻ തുടങ്ങുമ്പോൾ പ്രവർത്തികൾ മാറുവാൻ തുടങ്ങും. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായു സംസാരിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങളൊരു രാജാവാണെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ രാജാവ് പരിവഴിയെ നടന്ന് കരയുവോ? രാജാവ് കാണുന്നവരെ എല്ലാം അടുത്ത് വിളിച്ചിരുത്തിക്കൊണ്ട് നിരാശയും വേദനയും ബുദ്ധിമുട്ടും പറഞ്ഞുകൊണ്ടിരിക്കൂ? നോ. ഒരു രാജാവിനെ പോലെ ചിന്തിക്കാൻ തുടങ്ങുക. ഒരു രാജാവിനെ പോലെ ജീവിക്കാൻ തുടങ്ങുക. എന്തിന്റെ അടിസ്ഥാനത്തിലാ? കാൽവറിയുടെ അടിസ്ഥാനത്തിൽ. ക്രൂശ് മുഖേന യേശു ക്രിസ്തുവിനുള്ളതെല്ലാം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക ജാതി, ഒരു പ്രത്യേക പൗരോഹിത്യം, ഒരു പ്രത്യേക രാജ്യത്വം, ഒരു പ്രത്യേക വിശുദ്ധ പദവി, ഇതെല്ലാം ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. അവൻ വെളിച്ചമാണ്, ഞാനും വെളിച്ചമാണ്. അവൻ മുന്തിരിയാണ്, ഞാനും മുന്തിരിവള്ളിയായിരിക്കുന്നു. അവൻ നാട്ടൊലിവാണ്, ഞാനും നാട്ടൊലിവായിരിക്കുന്നു. അവനുമായി എന്നെ ചേർത്ത് വച്ചിരിക്കുന്നത് കൊണ്ട് അവനിലുള്ളതെല്ലാം എന്റെ മേലും വ്യാപരിക്കുന്നുണ്ട്. അവനിൽ ജീവനുണ്ടെങ്കിൽ എന്നിലും ജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എഴുന്നേറ്റ് ഓടണം. ദൈവവചനത്തിന്റെ വിശുദ്ധമായ വെളിപ്പാടുകൾ അകത്തു വന്നാൽ പിന്നെ അടങ്ങിയിരിക്കാൻ തയ്യാറാകരുത്. ഒരു മൂലയ്ക്ക് കുത്തിയിരുന്ന് എന്നും പ്രാർത്ഥിച്ച് കൃപാവരം വരട്ടെ എന്ന് പറഞ്ഞിരിക്കരുത്. പരിശുദ്ധാത്മാ പറയുന്നു, സകലതും കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. നിന്റെ ചിന്തകൾ ഇതിനോട് താതാത്മ്യപ്പെടുന്നത് എപ്പോഴാണോ ആ സമയം മുതൽ അത്ഭുതം നടക്കും. നമ്മൾ മറ്റു പലതിനോടും താതാത്മ്യപ്പെട്ടിരിക്കുക. അതാണ് നമ്മുടെ പ്രശ്നം. ക്രിസ്തുവിനോട് അനുരൂപരാകുവാൻ നമ്മുടെ മനസാക്ഷിക്ക് പറ്റുന്നില്ല. നാക്കിന് പറ്റുന്നുണ്ട്, പക്ഷെ അകത്ത മനുഷ്യൻ ക്രിസ്തുവിനോട് അനുരൂപനാകുന്നില്ല. സ്നാനപ്പെട്ടിട്ടും അനുരൂപനായിട്ടില്ല. കാരണം അതൊരു കർമ്മമാണ്. ആരോ പറഞ്ഞു, ഞാനങ്ങ് പോയി മുങ്ങി, അത്രയേ ഉള്ളൂ. അല്ല, വചനത്തിന്റെ വെളിപ്പാടൊന്നും അകത്ത് ആഴത്തിൽ പതിയപ്പെട്ടിട്ടില്ല. മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒക്കെ പടം 100 കോടി ക്ലബിലൊക്കെ കയറി എന്ന് പറയത്തില്ലേ? അതെന്നാ കാര്യം? ആൾക്കാർ സൂപ്പർ അഭിനയമായിരുന്നു. അതെന്താ ഇങ്ങനെ സൂപ്പർ അഭിനയമാണെന്ന് പറയാൻ കാര്യം? ഏതോ ഒരു കഥാകൃത്ത് എഴുതിയ കഥയും തിരക്കഥയും അതിനകത്തുള്ള ഒരു കഥാപാത്രത്തെ ഈ മനുഷ്യൻ അയാളുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതിനോട് ഏകീഭവിക്കുക അല്ലേ? ഏതെല്ലാം വിചിത്രമായ കഥാപാത്രങ്ങൾ ഓരോ സമയത്തും അവതരിപ്പിക്കപ്പെടുന്നത്. ഓരോരോ സാഹചര്യങ്ങളിൽ ആ മനുഷ്യന്റെ മനസ്സും ശരീരവും അതിനുവേണ്ടി അങ്ങേയറ്റം ഏകീഭവിക്കപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഒരു പുത്തൻ കഥാപാത്രത്തെ ജനം കൈയടിച്ച് അംഗീകരിക്കാൻ തയ്യാറാകുന്നത്. ആമേൻ. എത്ര ഭയങ്കരമായ ഒരു തിരക്കഥയാണ് ഈ വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ അകത്ത മനുഷ്യൻ ഇതുവരെയും ഇതിനോട് ഏകീഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ അകത്ത മനുഷ്യൻ ഇതിനെ ഒരു കിഴവിക്കഥ പോലെ കരുതുന്നു. ഇതൊരു ആശ്വാസത്തിന്റെ പുസ്തകമായി കരുതുന്നു. ഇത് പേടി കിട്ടാതിരിക്കാനുള്ള സാധനമായി കരുതുന്നു. ഇത് ജീവിക്കാനുള്ള ഉപാധിയായി മാത്രം കരുതുന്നു. അതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് ദൈവവചനം പറയുന്നു. എപ്പോഴാണോ താതാത്മ്യപ്പെടൽ സംഭവിക്കുന്നത് അവിടം വരെ ഒന്നും സംഭവിക്കത്തില്ല. ഒരു സാധാരണ ജീവിതം തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ പൂർണ്ണമായി അനുരൂപപ്പെടുന്ന നിമിഷങ്ങളിൽ അത്ഭുതം വെളിപ്പെട്ടു വരുവാൻ തുടങ്ങും. ആ സമയത്ത് പച്ചവെള്ളം വീഞ്ഞായാൽ അത്ഭുതപ്പെടാൻ പറ്റില്ല. ചത്തുപോയ അഴുകിയ ലാസർ തിരിച്ചു വന്നാൽ അത്ഭുതപ്പെടുവാൻ കഴിയത്തില്ല. കാരണം ഞാൻ സമ്പൂർണമായി ദൈവപുത്രനോട് അനുരൂപപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തിസ്ബയിൽ നിന്നും തിസ്ബീനായ ഏലിയാവ് വന്നു. അയാൾക്ക് ദൈവം പറഞ്ഞൊരു ദൂതുമായിട്ട് ആഴമേറിയൊരു ബന്ധം കിടപ്പുണ്ടായിരുന്നു. ആ മനുഷ്യൻ കൊട്ടാരത്തിനകത്ത് കയറിച്ചെന്ന് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇസ്രായേലിൽ മഞ്ഞും മഴയും പെയ്യില്ല. ഓഹ്, രാജാവിന്റെ മുഖം കണ്ട് സംസാരിക്കാൻ മനുഷ്യന് മടിയാ, ബുദ്ധിമുട്ടാ. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കയറി ചെന്നിട്ട് തല പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇത് നടക്കത്തില്ല എന്ന് പറയണമെങ്കിൽ ആമേൻ, ദൈവം പറഞ്ഞ മെസ്സേജ് തലച്ചോറിനകത്തുനിന്നും അസ്ഥിക്കകത്തേക്ക് കയറി അകത്ത മനുഷ്യനകത്തേക്ക് കയറി അത്രമാത്രം ഉറപ്പായിരുന്നു. ഞാൻ പറഞ്ഞാൽ അതോടെ അടയും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ധൈര്യമുണ്ടെന്ന് പകൽ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് ഇറങ്ങി വരുവാൻ? തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ജനത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി ചെന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് മടക്കി പിടിക്കുവാൻ എത്ര പേർക്ക് ഇന്ന് പകൽ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുവാനുള്ള ധൈര്യം വ്യാപരിക്കുന്നുണ്ട്? ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നു വിടുവാനും അടയ്ക്കുവാനുമുള്ള അധികാരം പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. എത്ര കാലം ഇങ്ങനെ സഭയ്ക്കകത്ത് വന്ന് ദൂത് കേട്ടുകൊണ്ട് പോകും? ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ വന്ന് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. ഓരോ പ്രസംഗങ്ങളും മോട്ടിവേഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്.
പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ വെളിപ്പാടുകൾ ജീവിതത്തെ മാറ്റിമറിക്കും. ജീവിതത്തിന്റെ സ്ഥിതിഗതികൾ മുഴുവൻ മാറ്റിമറിക്കും. ആമേൻ. ഒറ്റ പ്രാർത്ഥന കൊണ്ട് തീയിറക്കിയ മനുഷ്യൻ അതിഭയങ്കരമായ അഭിഷേകത്തിന്റെ ശക്തിയെ ഒറ്റയ്ക്ക് വെളിപ്പെടുത്തി. കൂടെ നിൽക്കാൻ ഒരുത്തനുമില്ല. ഒരു സമൂഹം മുഴുവൻ എതിർചേരിയിൽ നിൽക്കുമ്പോൾ മുൾമുനയിൽ ആ സമൂഹത്തെയും രാജാവിനെയും നിർത്തിയ അതിശക്തനായ ഒരു മനുഷ്യൻ. അത്രമാത്രം ഉപബോധ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു ഞാൻ പറയുന്നു സംഭവിക്കുമെന്ന്. പക്ഷെ ഒരു ദിവസം ഒരു വാക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ താളം തെറ്റിച്ചു. ഒരു സ്ത്രീ പറഞ്ഞു, നാളെ ഈ സമയമാകുമ്പോൾ അവന്റെ പെടലിക്ക് മുകളിൽ തല കാണത്തില്ലെന്ന്. ഏലിയാവ് പറഞ്ഞില്ല, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ആ പറഞ്ഞ വാക്ക് അതുപോലെ സംഭവിച്ചെങ്കിൽ അതിന് ബദലായൊരു ശബ്ദം ഉയർന്നപ്പോൾ ഏലിയാവ് ഞെട്ടി. വഴുതിപ്പോയി ഹൃദയം. പിന്നെ അവിടെ നിന്നില്ല, ഓടിപ്പോയി മരുഭൂമിയിൽ പോയി കിടക്കുകയാണ്. ഒരു ചൂരച്ചെടിയുടെ തണൽ കിടന്നുകൊണ്ട് ദൈവത്തോട് പറയുക, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ലെന്ന്. തരം താഴ്ത്തപ്പെടല. നിന്റെ പിതാക്കന്മാരിൽ ആര് ചെയ്തിട്ടുണ്ട് ഇത്രയും ഭയങ്കരമായ ശുശ്രൂഷ? എങ്ങനെ നിനക്കിത് പറയാൻ തോന്നി? മതി കർത്താവേ, മതി, നീ എൻ്റെ പ്രാണനെ എടുത്തോണം. ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് സംഭവിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടു പോയില്ലേ, സ്നാനപ്പെട്ടു പോയില്ലേ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചില്ലേ, എങ്ങനെയാ പോയി ചത്തു കളയുന്നേ? അതുകൊണ്ട് അങ്ങ് ജീവിക്കാൻ വേണ്ടി തയ്യാറാവുകയാ. അങ്ങനെ തരം താഴ്ത്തി മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത്, ഓ കർത്താവെ, ചാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചത്താൽ ദൈവനാമം അപമാനിക്കപ്പെടും. ഇസ്രായേലിൽ ഇത്രയും വലിയ ഇടിമുഴക്കം പോലെ നിന്ന ഈ മനുഷ്യൻ ചത്തുമരച്ചു മരുഭൂമിയിൽ കിടക്കുമ്പോൾ രാവിലെ വരുന്ന സമയത്ത് ആൾക്കാർ കാണുന്നത് ചത്ത ഒരു ഡെഡ് ബോഡി ഉറുമ്പരിച്ച് കിടക്കുന്നു വഴിയരികിൽ. തിരിച്ചിട്ട് നോക്കുമ്പോൾ ഏലിയാവാണ്. ആൾക്കാർ പറയും, ഈ മനുഷ്യനല്ലേ പ്രാർത്ഥിച്ച് തീയിറക്കിയേ, ഈ മനുഷ്യനല്ലേ അത്ഭുതങ്ങൾ ചെയ്തത്, ഈ മനുഷ്യനല്ലേ ഇസ്രായേൽ ഇത്രയും വലിയ വീരചരിത്രമൊക്കെ ഉണ്ടാക്കിയത്, ഇദ്ദേഹത്തിന് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ ദൈവനാമം അപമാനിക്കപ്പെടും. തന്റെ സ്വന്തം കാര്യം വന്നപ്പോൾ വീണുപോയല്ലോ എന്ന് ആൾക്കാർ പറയും. അത് ദൈവം സമ്മതിക്കത്തില്ല. ദൈവം ഏലിയാവിനോട് ഇപ്പോൾ മതി കർത്താവേ എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ അല്ല പറഞ്ഞത്. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? എന്ന് പറഞ്ഞാൽ നിന്നെ ആക്കി വെച്ച പൊസിഷനിൽ നിന്നും നീ അനേക കാതം മാറിപ്പോയി. നിന്റെ മനസ്സിടറിപ്പോയി. ഈ മനസ്സ് കൈവിട്ടു പോയാൽ എല്ലാം തീർന്നു. പൊളിച്ചടുക്കി തകർത്തൊരു മൂലയ്ക്ക് വെച്ചിരിക്കുകയാണെങ്കിലും അകത്ത മനുഷ്യൻ പറയുകയാണ്, ബലഹീനനെങ്കിലും ഞാൻ ബലവാനാകുന്നു. ഹല്ലേലൂയ. ബലഹീനനെങ്കിലും ഞാൻ ബലവാനാകുന്നു എന്ന് പറഞ്ഞാൽ പരാജയം സമ്മതിക്കാൻ എനിക്ക് മനസ്സില്ല. എന്റെ മനസ്സിപ്പോഴും ചെറുത്തുനിൽപ്പിന്റെയും അതിജീവനത്തിന്റെയും പാതയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരട എടുത്ത് കൊടുത്തിട്ട് ദൈവം പറയുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. എന്തോ മനസ്സിലാകുന്ന ദൂരയാത്ര ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ നീ എത്രത്തോളം പിന്മാറിപ്പോയെന്ന് നിനക്കറിയാമോ? മടങ്ങി പഴയ ഏലിയാവായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം. പഴയ അഭിഷക്തൻ എന്ന് പറയുന്ന ആ നാക്കുകൊണ്ട് മനുഷ്യനെ കീഴ്മേൽ മറച്ച ആ തലത്തിലേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ നിന്റെ മനസ്സിനകത്ത് കാര്യമായ മാറ്റം സംഭവിക്കണം. അതിനുവേണ്ടി നീ കണ്ടമാനം തിരിച്ചു പോയെങ്കിലേ പറ്റൂ. അതുകൊണ്ട് മടങ്ങിപ്പോ. പ്രൈസ് ദി ലോർഡ്. ഈ വെളിപ്പാടുകളെല്ലാം പ്രാപിച്ചിട്ടും ഇന്നും തകർന്ന അവസ്ഥയിൽ ആമേൻ, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് വേണ്ടി കർത്താവിനാൽ വേർതിരിക്കപ്പെട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാ. പക്ഷെ ഇന്ന് അകത്ത മനുഷ്യൻ എന്താണ് നിങ്ങളോട് വിളിച്ചു പറയുന്നത്? മരണത്തോടും പ്രതിസന്ധിയോടും ഇല്ലായ്മയോടും പ്രയാസത്തോടും രോഗത്തോടും എല്ലാം താതാത്മ്യപ്പെട്ടു, അതിനോട് ഏകീഭവിക്കപ്പെട്ടു. എന്തുകൊണ്ട് വിശേഷം? ഓ, വെള്ളത്തിൽ ആമ്പല് പോലെ ഇങ്ങനെ പൊങ്ങിയും താന്നും ഒക്കെ അങ്ങ് ജീവിക്കുക. ആരായി പറയുന്നേ? ദൈവത്തിന്റെ ഏലിയാവുമാർ. അത്ഭുതത്തിന്റെ ചരിത്രം സമൂഹത്തിന് വരച്ചു കാണിക്കേണ്ട വ്യക്തികൾ തളർന്നു നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ വിടുതലുണ്ടാകണം. ഈ ഏലിയാവ് ഇവിടെ തകർന്നു കിടക്കി. ദൈവത്തിനൊരു മാർഗം, വേറൊരു വഴിയുണ്ടോ? ദൈവത്തിന് ഇനി പുതിയൊരാളിനെ ഇവിടെ അവതരിപ്പിക്കാനില്ല. അതൊരു വിശുദ്ധ വിളിയ. അതിനെ മാറ്റിവെച്ചിട്ട് പകരം മറ്റൊന്നിനെ വെക്കുവാൻ ദൈവത്തിനില്ല. അതുകൊണ്ട് കർത്താവ് പറയാം, മടങ്ങിപ്പോ. എവിടുന്നാണോ തിരിച്ചിറങ്ങിപ്പോന്ന് അവിടേക്ക് മടങ്ങിപ്പോ.
ഒരുത്തി നിന്റെ തലയെടുക്കുമെന്ന് പറയുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി സ്വർഗത്തിലെ അഗ്നിരഥങ്ങളാ. നിനക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. നിന്നെ ഞാൻ വിളിച്ചിറക്കിയപ്പോൾ നിന്റെ വിളിയുടെ പിൻപിൽ ഇങ്ങനൊരു പദ്ധതി എനിക്കുണ്ടായിരുന്നു. ആരംഭത്തിൽ തന്നെ അവസാനം കാണുന്നവൻ. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു. ഇന്ന് പകൽ ക്രിസ്തുവിൽ നിൽക്കുന്ന വ്യക്തിക്കും അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു ദൂതാണ് ആരംഭത്തിൽ തന്നെ അവസാനം കാണുക. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ പ്രസംഗം കേട്ടു പോകരുത്. 2019 ഇവിടെ നിൽക്കുമ്പോൾ 2025 ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കും എന്ന് ഇവിടെ നിന്നുകൊണ്ട് പറയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നോക്കിക്കാണും. തല ഉയർത്തി നോക്കി എവിടെയാ നിൽക്കാൻ പോകുന്നതെന്നോ. 10 വർഷം കഴിയുമ്പോഴും ഇതേ ലെവലിൽ തന്നെ ഒരു പായുടെ മൂലയിൽ വന്ന് കുത്തിയിരുന്നിട്ട് എഴുന്നേറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള വളർച്ചയല്ല. മാറണം. ഈ വചനം ഇന്ന് പകൽ അഭിഷക്തന്മാരെ പുറത്തു കൊണ്ടുവരണം, കരുത്തന്മാരെ പുറത്തു കൊണ്ടുവരണം. വിത്ത് വിതച്ച് ആർപ്പോടെ കൊയ്യുവാൻ കരുത്തുള്ള കരുത്തന്മാരെ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരണം. വെള്ളത്തിന്റെ മുകളിൽ നടക്കുന്നവരെ, ആമേൻ, അപ്പം വർദ്ധിപ്പിക്കുന്നവരെ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നവരെ, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവരെ, അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുന്നവരെ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആവശ്യമുണ്ട്. ദൈവമഹത്വം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. എനിക്കറിയാം, ഇതിനകത്ത് പലരും പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും മടങ്ങിപ്പോകുവാൻ തുടങ്ങുകയാണ്. തിരിച്ചു പിടിച്ചേ പറ്റൂ എന്നുള്ള ആഗ്രഹത്തിൽ ഇന്ന് പകൽ മനസാക്ഷിയോട് മല്ലിടുന്ന ചില മേഖലകൾ ഇതിനകത്ത് വ്യാപരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു വിട്ടതിനെ തിരിച്ചു പിടിക്കുവാൻ തക്കവണ്ണമുള്ള ഒരഭിഷേകം ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഇന്ന് പകൽ വഴുതിപ്പോയതിനെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വഴിത്തിരിവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവരുന്നു. നിനക്കൊരു രോഗസൗഖ്യമല്ല ആവശ്യം, നിനക്കൊരു ദൂതല്ല ആവശ്യം, നിനക്കൊരു വാതിൽ തുറക്കേണ്ടതല്ല ആവശ്യം. ഇന്ന് പകൽ ജീവനാണ് ആവശ്യം. ജീവനാണ് ആവശ്യം. ദൈവത്തിന്റെ ജീവനാണ് നിനക്ക് ആവശ്യം. ചലിച്ചു തുടങ്ങട്ടെ, ചലിച്ചു തുടങ്ങട്ടെ. അകത്തെ മനുഷ്യനിൽ ജീവൻ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഇന്ന് പകൽ അസ്ഥികളുടെ മേൽ ജീവൻ വ്യാപരിച്ചു തുടങ്ങട്ടെ. ചാവാറായ ശേഷിപ്പുകൾ ഇതിനകത്ത് ഇന്ന് പകൽ ശക്തീകരിക്കപ്പെടട്ടെ. അവന്റെ ബലത്തിന്റെ വല്ലഭത്താൽ ഇന്ന് പകൽ നിറയപ്പെടുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്ന് പകൽ പ്രാപിക്കുക. നിന്നാൽ ഞാൻ പടക്കൂട്ടങ്ങൾക്ക് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, യഹോവയുടെ ആത്മാവിനാൽ അത്രേ ഈ പകൽ പിടിച്ചെടുക്കുക. ഏലിയാവേ, നിന്റെ മുൻപിൽ ഇനി ചെയ്യേണ്ട ശുശ്രൂഷ ഭയങ്കര. ഇത്രയും നാളും കാണിച്ചതൊക്കെ അത്ഭുതങ്ങളാ. അത്ഭുതമൊക്കെ കുറെ കഴിയുമ്പോൾ ആൾക്കാർ മറക്കും. പക്ഷെ നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യണം. നിനക്ക് പകരം ഒരു പ്രവാചകനെ നീ അഭിഷേകം ചെയ്യണം. 2 രാജ്യങ്ങൾക്ക് 2 രാജാക്കന്മാരെ നീ അഭിഷേകം ചെയ്യണം. ആമേൻ. ഈയിടമേൽ വ്യാപരിച്ചിരുന്ന അഭിഷേകത്തിന്റെ, രാജകീയ അഭിഷേകത്തിന്റെ പകർച്ച യേഹൂവിന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഒരു ഭ്രാന്തനാണ് വരുന്നത്, ഭ്രാന്തമായ ഒരു അഭിഷേകം. ഇതെല്ലാം അകത്ത് വെച്ചോണ്ടാ ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടക്കുന്നത്. ഈ കരുത്ത് മുഴുവനും അകത്ത് വെച്ചുകൊണ്ട് പോയി ഒതുങ്ങിക്കിടക്കുക, ചാകാൻ വേണ്ടി ആഗ്രഹിച്ച് കിടക്കുകയാ. ഭ്രാന്തന്മാരെ വാർത്തെടുക്കുവാനുള്ള, ശക്തന്മാരെ വാർത്തെടുക്കുവാനുള്ള അഭിഷേകം ഈ വാക്കിന്റെ പിൻപിൽ മറഞ്ഞു കിടപ്പുണ്ടോ? അതേ നാവ് ഉപയോഗിച്ചുകൊണ്ട് ആമേൻ നിരാശയുടെ വാക്ക് പറയരുത്. വേദനയോടും പ്രയാസത്തോടും ഒക്കെ അങ്ങ് ഇഴുകിച്ചേരുകയാ, അങ്ങ് ഒതുങ്ങിക്കൊടുക്കുകയാ. രാജാവിനെ പോലെ ചിന്തിക്കുവാൻ വിളിക്കപ്പെട്ടവൻ. രാജാവിനെ പോലെ ചിന്തിച്ചെങ്കിലേ രാജാവിനെ പോലെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ചിന്തകൾക്ക് മാറ്റം സംഭവിക്കണം. രാജാവിനെ പോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തി ഒതുങ്ങിക്കൊടുക്കുക, മാക്സിമം ഒതുങ്ങിക്കൊടുക്കുക. ഇനിയിപ്പോ ഒതുങ്ങാൻ പറ്റാത്ത നിലവാരം വരെ എത്തിയിരിക്കുകയാ. മടങ്ങിപ്പോണം. 38 വർഷമായിട്ട് ബെഥെസ്ദാ കൊളക്കടവിൽ ഒരു മനുഷ്യൻ കിടക്കുക. മുറിവുകൾ ഹൃദയത്തിനകത്ത് കണ്ടമാനമുണ്ട്. പ്രതിസന്ധികളോട് ഇഴുകിച്ചേർന്നു. എല്ലാ നെഗറ്റീവ് ടെൻഡൻസിയും അവന്റെ ഹൃദയത്തിനകത്ത് കിടപ്പുണ്ട്. നിന്ദകൾ, കുത്തുവാക്കുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഇതിനോടെല്ലാം ഒതുങ്ങി 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 ഇഴുകിച്ചേർന്നു. താതാത്മ്യപ്പെട്ടു. പുറത്തു വരണം. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടെങ്കിൽ കിടക്കെടുത്ത് നടത്താൻ തക്കവണ്ണമുള്ള ഒരു ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഉരുണ്ടെങ്കിലും വെള്ളത്തിലിറങ്ങാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് സ്വയം പഴിച്ചു കിടക്കുന്ന മനുഷ്യനെ കട്ടിലെടുത്തോണ്ട് നടക്കാൻ പറയുന്ന ഒരു ദൈവശക്തി വേണമെങ്കിൽ അത് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് നിന്റെ മുൻപിൽ ഇന്ന് പകൽ വന്നിട്ടുണ്ട്. നിന്റെ മനസ്സ് ഇതിനോട് എന്താ പ്രതികരിക്കുന്നത്? ഇന്ന് പകലിനകത്ത് നടക്കുന്ന പ്രാർത്ഥന ഒരു യാദർശിക അനുഭവമല്ല, പെട്ടെന്നൊരു വികാരത്താൽ തോന്നിയൊരു തോന്നലല്ല.
ഈ 12 മണിക്കൂർ നടക്കുന്ന ഈ പ്രാർത്ഥനയുടെ പിൻപിൽ എന്തൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദീർഘനാളുകൾ വെളിപ്പെട്ടു വന്ന നിന്ദകളുടെയും ആക്ഷേപങ്ങളുടെയും കണക്കറ്റ പ്രവാഹത്തിന് മറുപടി പറയുവാൻ വേണ്ടി ഇതിനകത്തു നിന്ന് ജനങ്ങൾ എഴുന്നേറ്റേ മതിയാകൂ. ഇതിനകത്തു നിന്ന് അഭിഷേകമുള്ളവർ എഴുന്നേറ്റേ മതിയാകൂ. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ജനം ഇതിനകത്തു നിന്ന് എഴുന്നേൽക്കട്ടെ. എവിടുന്നാ ദൈവപ്രവൃത്തി ആരംഭിക്കുന്നത്? ഹൃദയത്തിന്റെ ദാഹത്തിൽ നിന്നാണ്. ഇത്രയും നാളും അനുരൂപപ്പെട്ട് കിടന്ന മേഖലയിൽ നിന്നും മനസ്സിനെ പറിച്ചു മറ്റൊന്നിലേക്ക് ചേർക്കുകയാണ്, സത്യത്തോട് ചേർക്കുകയാണ്. Praise the Lord. എനിക്ക് ബൈബിളിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒത്തിരി തമാശയായിട്ട് തോന്നിയൊരു വാക്യം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ എന്നുള്ളതാ. നമ്മുടെ കാര്യത്തിൽ കറക്റ്റ് ആകും. ഇതല്ല യഥാർത്ഥ ചിത്രം. ഈ കാണുന്നത് ദൈവത്തിന്റെ യഥാർത്ഥ മനുഷ്യനല്ല. ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തി വെച്ചിരിക്കുക. നാക്കുകൊണ്ട് സംസാരിച്ച് അനുഭവങ്ങളുടെ വഴിച്ചാലുകളിലൂടെ എല്ലാം നടന്ന് ഇല്ലാത്തതിനെ എല്ലാം വിളിച്ചു വരുത്തി ദുർബലനായി, ബലഹീനനായി, ഏഴയും പുഴുവും കൃമിയും എന്ന് പറഞ്ഞു ഒരു മൂലയിൽ പോയി ഒതുങ്ങിയിരിക്കുക. ഇത് യഥാർത്ഥ മനുഷ്യനല്ല. ഇത് ക്രിസ്തുവിനുള്ള മനുഷ്യനല്ല. ക്രിസ്തുവിനുള്ള മനുഷ്യൻ വെളിപ്പെട്ടാൽ ലോകം അതറിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഒരു മടങ്ങിപ്പോക്കുണ്ടാകണം. അപ്പൊ ഈ താതാത്മ്യപ്പെടൽ എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. അത് മനസ്സിന്റെ ചിന്തകളാണ്. ചിന്തയിൽ നിന്നും തുടങ്ങി വലിയൊരു ചിന്തയിൽ അവസാനിപ്പിക്കുകയാണ്. അവസാന നിമിഷം വരുമ്പോൾ ഇല്ലാത്ത ഒന്നുമായി ഞാൻ അനുരൂപപ്പെട്ടു. ആമേൻ. ചില ദിവസങ്ങൾക്കപ്പുറം സംഭവിക്കാൻ സാധ്യതയുള്ളൊരു പ്രശ്നം, അതാ ഇപ്പോഴത്തെ എൻ്റെ ചിന്ത. അങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ ഇല്ല. 3 മാസത്തിനപ്പുറത്ത് നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇപ്പോഴേ ഞാനതിനെ ഗർഭം ധരിച്ച് വേദനപ്പെട്ട് നടക്കുക. അങ്ങനത്തെ സംഭവം ഇല്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നാളേക്ക് വേണ്ടി വിചാരപ്പെടുക. പിന്നെ എന്താണ് വിചാരപ്പെടേണ്ടത്? എന്തിനെ കുറിച്ചാണ് വിചാരപ്പെടേണ്ടത്? ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദൈവമേ നീ എൻ്റെ ദൈവം, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത്. ആരെങ്കിലും ഒരു കുപ്പി വെള്ളം തരുമോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണോ? വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് വെള്ളം കിട്ടണമെന്നല്ല, എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ദൈവത്തിന്റെ യഥാർത്ഥ ജീവൻ വരുമ്പോഴേ സൊല്യൂഷൻ ആകുന്നുള്ളൂ. നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, നമ്മുടെ സാമ്പത്തിക പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്ന്, അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് എന്തെങ്കിലും ഒരു പണി നടന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. അങ്ങനല്ല. യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും കഴിയില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ യേശുവിന്റെ ഹൃദയവികാരം അണപൊട്ടി ഒഴുകുകയാണ്. അവിടെ കർത്താവ് പറഞ്ഞൊരു പദം ഇങ്ങനെയാ, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകണം. നമ്മോട് താതാത്മ്യപ്പെടണം. ഞാനും നീയും മാനസികമായി ഒന്നാണ്, നമ്മൾ ഒന്നായിരിക്കുക. അതുപോലെ ഇവരും അങ്ങനെയാകണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ വചനം അവർക്ക് കൊടുത്തു. ഏത് വചനം അവിടുത്തെ? ബൈബിളാണോ അവിടുത്തെ? അന്ന് ബൈബിൾ ഇല്ലല്ലോ, പിന്നെ ഏതാണ്? ഞാൻ എന്നെ തന്നെ അവർക്ക് കൊടുത്തു. വചനമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബൈബിളാണെന്ന് ചിന്തിക്കരുത് കേട്ടോ. വചനം എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെയാണ്. ആദിയിൽ, അതൊന്ന് മാറ്റി പറഞ്ഞു, ആദിയിൽ ബൈബിൾ ഉണ്ടായിരുന്നു, ബൈബിൾ ദൈവത്തോടു കൂടെ ആയിരുന്നു, ബൈബിൾ ദൈവമായിരുന്നു. ശരിയാവുമോ? വചനം ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. എന്നെ തന്നെ ഞാൻ അവർക്ക് കൊടുക്കുക. 2, ഞാൻ എൻ്റെ മഹത്വം അവർക്ക് കൊടുത്തു. ആ വാക്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിച്ചേ പോകാവൂ. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ പറയാം, എൻ്റെ മഹത്വം പിടിച്ചു വെക്കാതെ കൊടുത്തു. കാര്യം എന്നറിയാമോ? അവർ നമ്മെ പോലെ ആകേണ്ടതിന്. ഇപ്പൊ ക്രിസ്തു സ്വപ്നം കണ്ട ദൈവരാജ്യം, അവനെ പോലെയുള്ള ദൈവക്കുട്ടികൾ എഴുന്നേറ്റ് നടക്കണം. നമ്മുടെ ഉപദേശിമാരൊക്കെ പറയാറുള്ള, പശു പ്രസവിച്ചാൽ പശുക്കുട്ടിയാ,
പൂച്ച പ്രസവിച്ചാൽ പൂച്ചക്കുട്ടി. അപ്പൊ ദൈവത്തിന്റെ കുട്ടി ഏതാ? പുഴു, കൃമി, പൊടി ആണോ? ഞാനല്ല, ക്രിസ്തു അത്രേ. ക്രിസ്തു വെളിപ്പെടണം. അപ്പൊ ക്രിസ്തു വെളിപ്പെടുവാൻ വേണ്ടി നിയമപരമായ എല്ലാ സാധ്യതകളും ഒരുക്കി വെച്ച് കഴിഞ്ഞു. പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ ഇപ്പോഴും അതിനോട് താതാത്മ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ റോമർ 6-ാം അധ്യായത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അത് എണ്ണി ഉറപ്പിക്കപ്പെടണം സംഭവിച്ചത് എന്താണെന്ന്. ഇന്നു പകൽ എത്ര പേർ ആഴത്തിൽ തിരിച്ചറിയുന്നു ക്രിസ്തുവാണ് ജീവിക്കുന്നതെന്ന്? അങ്ങനെയെങ്കിൽ നിങ്ങൾ കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കണം, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ദാഹം വ്യാപരിക്കും. യേശു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും നദി ഒഴുകും. യോഹന്നാന്റെ സുവിശേഷം 6 യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കത്തുമില്ല. അതൊക്കെ ആ വാക്കുകളൊക്കെ ഭയങ്കര ആഴമുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് വീണ്ടും ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. വന്ന് കുടിച്ചാൽ പിന്നെ ദാഹിക്കത്തില്ല. പിന്നെന്താ നടക്കുന്നേ? ഒഴുക്കി കൊടുക്കും. ഇത് എവിടെ നിന്നിട്ടായി പറയുന്നേ? ഒരു ഒഴിഞ്ഞ മൂലയിൽ നിന്നുകൊണ്ട്. ആരെ നോക്കിയ? ഒരു വലിയ കൂട്ടം ജനത്തെ. യഹൂദന്മാരുടെ നാട്ടിലൊരു സംസ്കാരം, ഒരു രീതിയുണ്ട്, രാജാരമാത്. ഈ ദൈവാലയത്തിലെ ഉത്സവം നടക്കുക. ഉത്സവത്തിന്റെ അവസാന ദിവസത്തിൽ മഹാപുരോഹിതനും പുരോഹിതന്മാരും എല്ലാവരും കൂടി കയ്യിൽ വെള്ളിയും സ്വർണവും കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളുമായി യെരൂശലേം ദൈവാലയം വിട്ട് യെരൂശലേമിന് പുറത്തുള്ള കെദ്രോൻ തോട്ടിലേക്ക് പോയി അവിടെ കൂടെ ഒഴുകി വരുന്ന അരുവിയിലെ വെള്ളം പാത്രത്തിനകത്തെടുത്ത് തിരിച്ചു മടങ്ങി റാസയായിട്ട് ദൈവാലയത്തിൽ പോയിട്ട് ഒരു ഉയർന്ന സ്ഥലത്തേക്ക് പുരോഹിതൻ കയറി നിന്നിട്ട് ഈ വെള്ളം താഴേക്ക് ഒഴിക്കും. ഈ സമയത്ത് ഈ വെള്ളത്തിന്റെ ഒരു കയ്യിൽ അല്പമെങ്കിലും കിട്ടാൻ വേണ്ടി ജനം ഇങ്ങനെ ഇടിക്കുക, തിക്കിത്തിരക്കുക. ഒരു കൈക്കുമ്പിൾ വെള്ളത്തിന് വേണ്ടി തിക്കിത്തിരക്കുന്ന മഹാജനസമൂഹത്തെ നോക്കിക്കൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും. നീ ഇപ്പോൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹത്തോടെ കൈക്കുമ്പിളുമായിട്ട് നിൽക്കുകയല്ലേ? നീ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുവാനുള്ള ദാഹം കാണിക്കാമെങ്കിൽ നിന്നെ ഞാനൊരു ജലസംഭരണിയാക്കി മാറ്റും, നിന്നെ ഞാനൊരു അണക്കെട്ടാക്കി മാറ്റും. ദാഹിക്കുന്നവർക്ക് മാത്രമാണ് ഞാൻ വെള്ളം പകർന്നു കൊടുക്കുന്നത്. നിന്നെ ഞാനൊരു ജലസംഭരണിയാക്കി മാറ്റും. നദി പുറപ്പെടും. നദിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നദി ഒരിക്കലും ഒരു പഞ്ചായത്തിനകത്ത് ഒതുങ്ങത്തില്ല. നദി ഒരു ജില്ലയിലോ ഒരു സംസ്ഥാനത്തിലോ ഒരു രാജ്യത്തിലോ നദി ഒതുങ്ങത്തില്ല. അത് രാജ്യവ്യാപകമായി ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ നദി ഒഴുകി ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. ധാരാളം കാര്യമായി പറയുന്നത്. മനസ്സുകൊണ്ട് വചനത്തിന്റെ ദൂതിനോട് താതാത്മ്യപ്പെട്ടവരോട്, ഞാൻ നദിയാണ്. നദി ഒഴുകാൻ തുടങ്ങിയാൽ ആമേൻ പൂർവികമായ അടിസ്ഥാനങ്ങൾ പലതിനെയും അടിച്ചൊഴുക്കിക്കളഞ്ഞു പുതിയതിനെ പുനഃസ്ഥാപിക്കും. നദി ഒഴുകുവാൻ തുടങ്ങിയാൽ മാലിന്യങ്ങളെ മുഴുവൻ നീക്കിയിട്ട് ആമേൻ പുതിയതിനെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കും. ഇന്ന് പകൽ ഒരു നദി പോലെ ഒഴുകുവാനുള്ള വിളയകത്ത് കിടപ്പുണ്ട്. മനസ്സെന്ത് പറയുന്നു? നിങ്ങൾ എന്താണ് അംഗീകരിക്കുന്നത്? നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ ദാഹം എന്തിനെ കുറിച്ചാണ്? ഇന്ന് പകൽ അതിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ മുൻപിൽ തീരുമാനിക്കപ്പെടുന്നത്. Praise the Lord. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു വിശുദ്ധമായ രഹസ്യം എഴുതി വെച്ചിരിക്കുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സകലതും അവൻ മുഖാന്തരമുള്ളവായി, അവന് വേണ്ടി അവനായിട്ട് സകലതും ഉളവായിരിക്കുന്നു. ആരാ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ? ഇപ്പൊ ആരാ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ? ആണോ? ഉറപ്പുണ്ടോ? ഞാൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. യേശു പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. ആമേൻ. പോവുക, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക എന്ന് കർത്താവ് പറഞ്ഞു. പിതാവ് അയച്ചതുപോലെ അയച്ചിരിക്കുകയാ. അങ്ങനെയാണെങ്കിൽ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാക്കി, അവന്റെ ഇമേജ് ആക്കി ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുകയാ. ഇത് കൂടെ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. മനസ്സിനൊരു പ്രശ്നമുണ്ട്,
അങ്ങനൊന്നും ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പുള്ളിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് യിരെമ്യാ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്ന ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അതാരാഞ്ഞറിഞ്ഞവൻ ആര്? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എഴുതി വെച്ചു, സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാകുന്നു. ആമേൻ. അവിടെ നിന്നുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത്, നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. ആമേൻ. നിങ്ങൾ അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു, നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിലാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കരുത്, ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിപ്പീൻ. ക്രിസ്തു ചിന്തിച്ചതുപോലെ ചിന്തിപ്പീൻ. ചിന്തകൾക്ക് ട്രാൻസ്ഫർമേഷൻ വന്നാൽ ലൈഫ് ചേഞ്ച് ആകാൻ തുടങ്ങും. നമ്മുടെ ചിന്തകൾ വേറെ വഴിയിൽ കൂടിയാ പോകുന്നത്. അല്ലലും അസ്വസ്ഥതയും രോഗവും വേദനയും ദുഃഖവുമുള്ള സാധാരണ മനുഷ്യന്റെ ചിന്തകളിൽ കൂടിയാണ് നമ്മുടെ ചിന്തകൾ മുൻപോട്ട് പോകുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യൻ ആമേൻ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതം വെളിപ്പെടത്തില്ല. ആദ്യം അകത്ത മനുഷ്യൻ വിശ്വസിക്കണം, എന്നിട്ട് സംസാരിക്കണം. ആ സമയത്ത് ദൈവപ്രവൃത്തി വ്യാപരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ ഹൃദയത്തെ കാത്തുകൊള്ളുക. ഇച്ചിരി പാടുള്ള കാര്യമാണ്, ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ പൂർണ്ണമായി ദൈവിക വചനത്തിനകത്തേക്ക് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. എല്ലാത്തിൻ്റെയും പിൻപിൽ ദൈവശക്തിയെ കൊണ്ടുവരാൻ ശ്രമിക്കുക. കർത്താവിന് വിട്ടുകൊടുക്കുക. എല്ലായ്പ്പോഴും കർത്താവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ചിന്തകൾ ഏകീകരിക്കപ്പെടുമ്പോൾ സ്ഫോടനം നടക്കും. ശക്തിയുണ്ടോ? ഉണ്ടോ. മഹാശക്തി ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ശക്തി മുഴുവനും 100 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി സ്പ്രെഡ് ചെയ്യപ്പെടുക. ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം വന്ന് ഈ ശക്തി ചോർന്നു പോയിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഈ ചിന്തകൾക്ക് ചങ്ങലയിട്ടാൽ, ചിന്തകളെ പിടിച്ചു നിർത്തി കർത്താവിനെ കുറിച്ചും ഉയരത്തിലുള്ള കാര്യത്തെക്കുറിച്ചും മാത്രം ചിന്തിക്കുമ്പോൾ ഈ മഹാശക്തി മുഴുവനും ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം വ്യാപരിക്കാൻ തുടങ്ങും. അതാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ദൈവശക്തി എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്കിലെ പേര് ഡുനാമീസ് എന്നാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഈ അത്യന്ത ശക്തി എന്നുള്ളതിന് മെഗാ ഡുനാമീസ് എന്നുള്ള പദമാണ് എഴുതിയിരിക്കുന്നത്. ഡുനാമീസ് എന്നുള്ള വാക്കിനകത്തുനിന്ന് ഡൈനാമിറ്റ് എന്നുള്ള പദം വന്നിരിക്കുന്നത്. ഒരു ഡൈനാമിറ്റ് ഇതിനകത്തുനിന്ന് കൊണ്ടുവന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ കെട്ടിടം ചിതറിപ്പോകും. ഒരു ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ചാൽ 10 ലക്ഷം ഡൈനാമിറ്റ് ഒരുമിച്ച് ചേരുമ്പോൾ ഒരു ആറ്റം ബോംബ് ഉണ്ടാകും. പൗലോസ് എഴുതിയിരിക്കുന്നത് 10 ലക്ഷം ഡൈനാമിറ്റ് അല്ല, അളക്കാൻ കഴിയാത്ത ദൈവശക്തി. ദൈവം മനുഷ്യർക്ക് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട് കൊടുത്തു. എന്നാൽ വിശ്വസിക്കുന്നവന്റെ മേൽ വരുന്ന ദൈവശക്തിക്ക് അളവില്ല. അളക്കാൻ കഴിയാത്ത ദൈവശക്തി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നുണ്ടോ? യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ശക്തി നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തെ ആ ശക്തിയുമായി ബന്ധിപ്പിച്ചു നിർത്തുക. ഓ, താങ്ക് യു ജീസസ്. ആമേൻ. കുറച്ച് പോസിറ്റീവ് തോട്ടുകൾ കേൾക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരാവേശമുണ്ട്. നെഗറ്റീവ് സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോഴേക്കും പെട്ടെന്ന് ഈ വികാരമെല്ലാം ചോർന്നു പോകും. ആമേൻ. അത് വെറും മോട്ടിവേഷൻ മാത്രമാണ്. ഇന്ന് പകൽ ഞാൻ വചനമാ പറയുന്നത്. ഇതൊരു മോട്ടിവേഷൻ സ്പീച്ച് ആയിട്ട് കേട്ടിട്ട് പോകരുത്. ആമേൻ. ഹൃദയത്തിന്റെ ആഴത്തിൽ ഉറപ്പിക്കപ്പെടേണ്ട ദിവ്യ രഹസ്യമാണ്. എല്ലാ മെസ്സേജും മറന്നുപോയാലും ഒന്നും മറന്നു പോകരുത്. ഞാൻ അല്ലിപ്പോൾ ജീവിക്കുന്നത് ക്രിസ്തു മാത്രമാണ്. ഇത് നിങ്ങൾ പറയുക. എല്ലായ്പ്പോഴും നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുക. ക്രിസ്തു വെളിപ്പെടും. പൗലോസ് പറഞ്ഞു, അവൻ എന്നെ വിളിച്ചത് അവനിൽ എന്നെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. എത്ര പേര് ഇന്ന് പകൽ വിളിച്ചു പറയും, അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി അവന് പ്രസാദം തോന്നി, അതിനുവേണ്ടി അവൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മാക്സിമം മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം തലയൂരി കർത്താവിനെ കുറിച്ച് ചിന്തിക്കുക. ദൈവവചനത്തെക്കുറിച്ചും നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെക്കുറിച്ചും നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളിപ്പോൾ ദൈവപുത്രന്മാരായിരിക്കുന്നു. നിങ്ങളിൽ കൂടി പുറത്തു വരുവാൻ പോകുന്ന അസാധാരണമായ ദൈവശക്തിയാണ്. നിങ്ങൾ രാജാക്കന്മാരായിരിക്കുന്നു. ഒന്ന് ഭാവന കണ്ടു നോക്കിയാൽ, ഇന്നൊരു രാജാവായാൽ, ഒമാന്റെ രാജാവായിട്ട് ഇന്ന് നിങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുമോ? മുമ്പേ പാസ്റ്റർ പറഞ്ഞ പോലെ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് അകമ്പടിയായിരിക്കും, ഇല്ലേ? നിങ്ങൾ പറയുന്ന വാക്കനുസരിക്കാൻ വേണ്ടി എത്ര പേരാ കാത്തു നിൽക്കുന്നത്? രാജാവ് ഓർഡർ ഇടുന്നതിന്റെ കാര്യം എന്നാ? രാജാവിനറിയാം ഞാൻ രാജാവാണെന്ന്. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ആദ്യം രാജാക്കന്മാരെ പോലെ ചിന്തിക്കണം.
ബലഹീനനും പുഴുവും കൃമിയും ഒക്കെ ഇന്ന് പകൽ ഒരു ബന്ധന. ഇതെല്ലാം കൂടെ പൊട്ടി പുറത്തു പോയിട്ട് വചനത്തിന്റെ യഥാർത്ഥ കണ്ണാടിയിൽ കൂടി കാര്യങ്ങളെ നോക്കാൻ തുടങ്ങണം. വലിയ തീ കത്തും.